कदम बढ़ा ले, हदों को मिटा ले, आजा खाली पल में पीका घर तेरा, तेरे बिन खाली आजा खाली पल में, तेरे बिन खाली आजा रंगरेज़ा 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 ओ रेज़ा सजरा सवेरा मेरे तन भर से कचरा अंधेरा तेरी चलती हुआ सजरा सवेरा मेरे तन भर से कचरा अंधेरा तेरी चलती हुआ कतरा मिला जो तेरे दर पर से ओ मौला എന്താ പേര്? ജസക്ക് ക്ലാപ്പ് കൊടുക്കൂ. അടിപൊളി, താങ്ക് യു.
تبارك الذي جعل في السماء
ഈ പരിപാടി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാവാം കുറേ ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു കൂട്ടായ്മക്ക് നിങ്ങളെല്ലാവരും ഈ കാണുന്ന സദസ്സായി ഈ കുടുംബത്തെ സ്നേഹിച്ച് എല്ലാവരും കാണാൻ വന്നതിൽ അതിലേറെ സന്തോഷം. ഏറ്റവും സ്നേഹത്തിലും ഒത്തുചേർന്ന് പോകുന്ന ഈ ഒരു മുളയങ്കായ കൂട്ടായ്മയുടെ ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഖാൻ, അതുപോലെ ഇന്ന് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ചില തിരക്കുകൾ കൊണ്ട് എത്താൻ സമയമെടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ച സമയബന്ധിതമായി ഓരോ ആഴ്ച പ്രായം ചെയ്ത് കൂടെ നിന്ന് പ്രവർത്തിച്ച ഈ ചടങ്ങ് നന്ദി അർപ്പിക്കാൻ നടത്തിയ, അതുപോലെ തന്നെ കാരണവന്മാർ ചെറുപ്പത്തിനേക്കാൾ ചെറുപ്പം വയസ്സുകൊണ്ട് ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങളെക്കാൾ കൂടുതലും അങ്ങനെ ബഹുമാനിക്കുക ഒരുപാട്. പിന്നെ സ്ത്രീകൾക്കിടയിലും മതിയായ പ്രാധാന്യം കൂടെ ചേർന്നില്ലെങ്കിലും പ്രായമുള്ള ഒരുപാട് ആളുകൾ നേരിട്ട് വിളിച്ചു വാട്സപ്പിലൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൻ്റെ ഈ ഒരു കൂട്ടായ്മ തുടക്കം കുറിക്കുന്നത് 2 വർഷം മുമ്പ് നമ്മുടെ മൊയ്തീൻ മാമൻ്റെ മകൻ ഷയാസിൻ്റെ കല്യാണത്തിന് നിക്കാഹിന് പോകുന്നൊരു സാഹചര്യം ഒരു യാത്രയിലായിരുന്നു. ഒരു യാത്ര പോകുമ്പോഴാണ് ഒരുമിച്ചൊരു വണ്ടിയിൽ കുറേ ദൂരം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. ആ സംസാരത്തിൽ നമ്മളെ ഇല്യാസക്കാർക്ക് വളരെ വിചാരിക്കുന്നു. ഇല്യാസക്കാണ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, നമ്മളെ കാര്യങ്ങളൊക്കെ അറിയിക്കാം, നമ്മുടെ കുട്ടികൾക്കുള്ള ഉയർച്ചയും താഴ്ചയും മരണവും ബന്ധത്തിലും ഉൾപ്പെടെ എന്ത് കാര്യമെങ്കിലും നമുക്ക് അതിലൂടെ അറിയിക്കാനെങ്കിലും മറ്റൊന്നുമില്ലെങ്കിൽ ആ ഒരു മെസ്സേജ്, കുടുംബത്തിൻ്റെ മെസ്സേജ് നമ്മളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്കൊരു കൂട്ടായ്മ വാട്സപ്പിലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുത്താനെത്തുന്ന സമയത്ത് പല കുടുംബങ്ങളിലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഉള്ളതുകൊണ്ട് നമുക്കും ഒരു കൂട്ടായ്മ വരണമെന്ന ആവശ്യം ആവാം. പ്രത്യേകിച്ച് ഈ വിനീതനും അതുപോലെ തന്നെ അണ്ടിപ്പാടുന്ന അവസരക്കാരികളുടെ ഉൾപ്പെടുന്ന ഒരു വേദി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ കാരണവന്മാരെ പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങളും മറ്റും. എന്തായാലും 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത ഈ ഒരു സംഭവം അഭിലസത്തായ സർവശക്തനായ തമ്പുരാന്റെ തവായനുസരിച്ച് ഇന്ന് കുന്തിപ്പുഴ ഈ വേദിയിൽ നമുക്ക് ഒരിക്കലും എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലൊക്കെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ കടന്നുപോയിട്ടുണ്ട്. ആ സാഹചര്യം ഇതുപോലെ എൻ്റെ വീട്ടിൽ 1-2 ചടങ്ങുകൾ കഴിഞ്ഞ് പല ബന്ധുക്കളും ഉമ്മാനെ വന്ന് കാണേണ്ട ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ അബ്ദുറഹ്മാനിനെ കുറച്ച് ഫാമിലിയൊക്കെ വന്ന് കണ്ടു, അമ്മായിമാനെ വന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടായി. അത് തന്നെയാണ് ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് കാണാൻ വേദിയിലുണ്ട്. വളരെയധികം സന്തോഷമാണ്. കാഴ്ച കുറച്ച് കുറവുണ്ട്, എല്ലാവരും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു സന്തോഷം എന്നെ വല്ലാതെ എനിക്ക് സന്തോഷിക്കുന്നത്. അതുപോലെ സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കർത്തവ്യം കിടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ഖാനെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സംഗമത്തിലേക്ക് അബ്ദുറഹ്മാനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി വളരെ ചുരുങ്ങിയ കാലമാണ് മണ്ണാർക്കാട് മഹലിൽ സാധാരണക്കാരനോ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദഗതിയില്ലാതെ എല്ലാ കാരണം ആത്മീയ രംഗത്തും മതരംഗത്തും ഭൗതിക രംഗത്തും അല്ലാതെയും എനിക്ക് നേരിട്ടറിയാവുന്ന ഏത് പ്രതിസന്ധി പ്രയാസഘട്ടത്തിലും വളരെ സൗമ്യമായി പെരുമാറി ആ പരിഹാരം കാണിച്ച് തന്ന ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തന്ന പ്രിയപ്പെട്ട
പേരക്കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും വൃദ്ധരല്ല, അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു, നമ്മൾ ഈ കുടുംബ കൂട്ടായ്മയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ കലാസാംസ്കാരിക രംഗത്തുള്ള ആളുകളെ ആദരിക്കാം എന്ന് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് MBBS ആർക്കിടെക്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ വളരെ സന്തോഷം. എല്ലാ മക്കളും പല രീതിയിൽ പല മേഖലകളിൽ രംഗത്തുണ്ട്, കായിക രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, ഒക്കെ ഉണ്ട്. KMCCയിൽ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ബഷീറിനെ ഇവിടെ നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത് അവരൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്രതിഭാസമാണ്. അങ്ങനെ കുറേ ആളുകൾ. പിന്നെ നേരത്തെ ഇവിടെ സ്ത്രീകൾ കാണിച്ച പൂർവികർ അവരുടെയൊക്കെ കബറ മഹബൂറത്ത് മർഹമത്ത് നൽകി പഠിച്ചത് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അതെല്ലാം പുറത്തു മാപ്പാക്കി ഒരുമിച്ച് കൂട്ടട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മണ്ണാർക്കാട് നഗരസഭയുടെ ആദരണീയനായ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭരണസഭയിലെ ചെയർമാൻ കൂടിയായ ബഷീറിന് വന്നിട്ടുണ്ട്. ബഷീറൊക്കെ വേണമെന്നുള്ളതാണ് ഞാൻ തോന്നിയത് എനിക്ക് പരത്തി അടിച്ചത്. അങ്ങനെ വലിപ്പിച്ചുണ്ടത് അതായത് ബഷീറിന് വന്നു. ഇപ്പോൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രേരകനായ അബ്ദുറഹ്മാൻ സാഹിബ് വെച്ച് പെട്ടെന്ന് ഇവിടെ സ്ഥലപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് എനിക്ക് പറയാനുള്ള പിന്നെ പറയാം. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനും ആദരണീയനുമായ മണ്ണാർക്കാടിന്റെ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാന്യനായ ഫായിദ ബഷീർ അവരുടെ ആദരവ് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ നമ്മുടെ മണ്ണാർക്കാട് ഗാന്ധി സാമൂഹ്യ ഫൈസി, അതുപോലെ തന്നെ നമ്മളെങ്കായി ഫാമിലി സംഗമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ റഹ്മാൻ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ ഷമീർ, അതേപോലെ ഈ നാടുകളൊക്കെ ഏറ്റവും നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെ, അതിലുപരിയായി ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന മുളയങ്കായി കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും സന്തോഷകരവും മഹത്തായതുമായ ഒരു വേദിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രസംഗമല്ല ആവശ്യം. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സംഗമം. അതായത് വർഷങ്ങളായിട്ട് പലപ്പോഴും കാണാൻ കഴിയാത്ത ആളുകളെ ഒരുമിച്ചിരുത്തി കുടുംബങ്ങൾ നിങ്ങൾ ചെയ്തതെന്നു പറഞ്ഞാൽ പരസ്പരം സംസാരിക്കുക, അതുതന്നെയാണ് സംഗമം. നിങ്ങൾ ആ കുറേ വർഷങ്ങളായി കാണാത്ത ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതിൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ, കല്യാണങ്ങൾ, അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു ദിവസം, അതാണ് കുടുംബസംഘം. ഇതിലേറ്റവും നമുക്കറിയാം, ഇസ്ലാമിൽ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ റസൂലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കുക എന്നുള്ളത് നമ്മളെയൊക്കെ മനുഷ്യനായി സൃഷ്ടിച്ചു വെച്ചപ്പോൾ നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് പല കബീലകളായി കുടുംബങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ കുടുംബത്തിനും അവർക്കൊരു അഡ്രസ്സ് ഉണ്ട്. അതിൽ വേറെ പ്രയാസമൊന്നുമില്ല, അതുപോലെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ മുളയങ്കായാലും ആര്യങ്ങളായാലും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പറഞ്ഞത് അതിൽ 8 ബന്ധങ്ങളിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ബന്ധങ്ങൾ കൂടി ആ കുടുംബം വളർന്ന് പല രീതിയിൽ പടർന്ന് പന്തലിച്ച് പല ഭാഗങ്ങളിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പല ജില്ലയുടെ ഭാഗങ്ങളിലുണ്ടാവും, അത് വേറെ ജില്ലയിലുണ്ടാവും, വേറെ സംസ്ഥാനത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ വാപ്പ കാരണവന്മാർ ഒരു വാപ്പാൻ്റെ മക്കളും അവർ വേറെ ഭാഗത്ത് പോയി അവർ ജോലി സംബന്ധമായ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ ബന്ധം
പുതുക്കലും ആ കുടുംബവുമായിട്ടുള്ള അടുപ്പം ചേർത്ത് വെക്കാനുമൊക്കെ ഇത്തരം സംഗമങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ സഹോദരിമാർക്കായിരിക്കും. കാരണം നമ്മൾ പറയാറുണ്ട്, പിന്നെ ഇളയമാൻ്റെ ഒരു മകളുണ്ടായിരുന്നു, അവളെ അങ്ങോട്ട് തമിഴ്നാട്ടിൽ കെട്ടിച്ചാണ്, അതിന് പോയിട്ട് തന്നെയല്ല. അതൊക്കെ എന്താ വെച്ചാൽ കാണാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇത്തരം അവിടെയാണ് ഇത്തരം സംഗമങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ അവരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ ഒരു വേദിയിലേക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മഹത്തായ ആ സ്നേഹബന്ധത്തിൻ്റെ നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായി കാണാതിരിക്കുമ്പോൾ നമ്മുടെ രക്തബന്ധത്തിന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം, ആ ഒരു ഒരുമ, അത് തന്നെയാണ് ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം. ഇതിന് വേദിയൊരുക്കുക ഉടയക്കായ കുടുംബത്തിലെ കാരണവന്മാർ, ചെറുപ്പക്കാർ അവരൊക്കെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഒരു ദിവസം ഇന്ന് നല്ല ഭക്ഷണം, നല്ല സന്തോഷകരമായ വർത്തമാനങ്ങൾ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് അറിയാം. കാരണം റഹ്മാനെ പോലുള്ള ഷമീറിനെ പോലുള്ള ആളുകളൊക്കെ ഇത് നേതൃത്വം കൊടുക്കുമ്പോൾ സാമൂഹിക പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആളുകളാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് കണ്ടെത്തുകയും അവരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ ആളുകളും സാമ്പത്തികമായി ഉയർച്ചയിലായിരിക്കും. ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, ഇടത്തരക്കാരുണ്ടാവും, നല്ല സാമ്പത്തികമുള്ളവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിക്കൊണ്ട് അവരെയൊക്കെ സഹായിക്കാനും അതേപോലെ തന്നെ അവരുമായി നല്ല സഹവാസത്തിൽ ഏർപ്പെടാനൊക്കെ ഇത്തരം സംഘടനകൾ സഹായിക്കും. മക്കളുടെ പഠനങ്ങൾ, പല കാര്യങ്ങളും ഇന്നിവിടെ ഞങ്ങളൊന്നും പ്രസംഗിച്ച സമയങ്ങളിലല്ല ആവശ്യം. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ സന്തോഷത്തിലൊന്ന് പങ്കുചേരാനും അതൊന്ന് കാണാനും ഇത്തരം കാഴ്ചകൾ കാണുന്നതിന് വലിയ സന്തോഷമാണ്. എല്ലാവരുടെയും മുഖം ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ രക്തങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള സന്തോഷമാണ്. ഈ സന്തോഷം അല്ലാഹു ഒരുപാട് കാലം കൂട്ടി യോജിപ്പിക്കാനും ഈ ബന്ധത്തിലൂടെ, ഇന്നത്തെ ഈ കൂട്ടായ്മയിലൂടെ, ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിലൂടെ ഒരുമിച്ച ബന്ധങ്ങൾ നിലനിർത്താനും അല്ലാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ നിങ്ങളുടെ ഈ മുളയങ്കായി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അതിനുശേഷം പരിസരങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഇമാമത്തിലുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ സമയത്തിന് മറ്റേ തീർത്തു തരാം. ബഹുമാനപ്പെട്ട ചെയർമാൻ, ഞങ്ങളെ ഈ കാരണവന്മാർ പൊന്നാട് എണീച്ച് ആലോചിച്ച് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ബഹുമാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങളുടെ കുടുംബത്തിലെ 2 കാരണവന്മാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒന്ന് മുളയങ്കായി അംസപ്പാക്ക, 2 സൈഡിയാക്ക. രണ്ടാളും നമ്മെ വിട്ട് വെല്ലുപോയി. അല്ലാഹു അവരുടെ കബറിൽ സ്വർഗ്ഗലോകമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഉപഹാരം സ്വീകരിക്കാനായി മൊയ്തീൻകുട്ടി MK വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശ്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംബന്ധിക്കുന്നത് ബഹുമാനന്മാരുടെയുമായ പൊന്നാരക്കാട് വലിയ ജുമാ മസ്ജിദ് കോളനി നിസാമുദ്ദീൻ ഫൈസി അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شر ذي شر يا رب العالمين. ഈ മഹത്തായ മനോഹരമായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റഹ്മാൻ, ഈ മഹത്തായ സംഗമത്തിലേക്ക് നമുക്ക് സ്വാഗതം വരുളിയ പ്രിയപ്പെട്ട സഹോദരനും മണ്ണാർക്കാട് പൊതുപ്രവർത്തകനുമായ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ, ഈ സംഗമം നമുക്ക് തുടങ്ങി തന്ന നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ ഫായിദ ബഷീർ സാഹിബ്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ സന്തോഷം നൽകി ഇവിടെ പാരായണം ചെയ്ത് ഈ സദസ്സിനെ ധന്യമാക്കി പ്രിയപ്പെട്ട ഹാഫിദ് മുഹമ്മദ് സിയാദ് മരിച്ചവരുമല്ലാത്തവരുമായി മണ്ണാർക്കാട് വലിയ ജമാഅത്ത് പള്ളി ഉൾപ്പെടെയുള്ള മണ്ണാർക്കാട് താലൂക്കിലും പുറത്തുമുള്ള പള്ളി മുഖത്തറകളിൽ അന്തിയുറങ്ങുന്ന ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട മുൻഗാമികൾ, അതുപോലെ മറ്റു മുമ്പിനിങ്ങൾ എല്ലാവരുടെയും കബറിടത്തിലേക്ക് വെളിച്ചമായി സന്തോഷമായി ഇതിൻ്റെ പ്രതിഫലത്തെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. കൂട്ടത്തിലെ രോഗികളായ ആളുകളുണ്ട്. പ്രിയപ്പെട്ട ശരീരത്തെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും ആ ഉമ്മയെ സന്ദർശിക്കാൻ രോഗാതുരമായ അവസ്ഥയിൽ ഇതിനും അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ രോഗികളുണ്ട്, അവിടെയുള്ളവരും രോഗികളുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ വേദനയോടുകൂടെ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് മണ്ണാർക്കാട് സന്നദ്ധ പ്രവർത്തകരായ സുഹൃത്തുക്കൾ. നമ്മുടെ കുന്തിപ്പുഴ പാലത്തിലും മറ്റുമൊക്കെയായി എത്രയും പെട്ടെന്ന് ആ ജനാസ കണ്ടെത്തുവാനും അടുത്തൊരു അപകടത്തിന്റെ വാർത്ത കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതിരിക്കാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്ക്, ചേർന്ന് നിൽക്കലുകൾക്ക്, പരസ്പരം ഒന്ന് കണ്ടാൽ പുഞ്ചിരിക്കുന്നതിന് പോലും വലിയ മാനവും വിലയും മടിയും കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പരസ്പര ബന്ധമില്ലാത്ത ഒരു യൂറോപ്യൻ ശൈലി നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ നമുക്ക് വളരെ കൃത്യമായി ഇന്ന് കാണാൻ കഴിയും. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഗമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തുകൊണ്ടും ഇത് പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. മനുഷ്യോൽപത്തിയെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ നിസായിലൂടെ അല്ലാഹു എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഈ ഭൂമിയിൽ അല്ലാഹു തുടക്കം കുറിച്ചത് എന്ന്. ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ച പടച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കൽപ്പനകളെയും വിരോധങ്ങളെയും മൻഹിയാത്തുകളെയും മഹൂറാത്തുകളെയും നിങ്ങൾ സൂക്ഷിക്കണം. കൽപ്പനകളെയും വിരോധങ്ങളെയും അല്ലദീ ഖലഖക്കും, അവനെങ്ങനെയുള്ളവനാണ്? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിലേക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ട് സൂചന നൽകുന്നത്. എന്നിട്ടോ വഖലഖ മിൻഹാ സൗജഹ, ആ മനുഷ്യനെ നിന്ന് ആ മനുഷ്യന്റെ എണ്ണയെ അല്ലാഹു സൃഷ്ടിച്ചു. ഒരു പുരുഷൻ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ ആ പുരുഷന് വേണ്ടി മറ്റൊരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്നല്ല. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പലപ്പോഴും ഉപയോഗപ്പെടലും ഉണ്ടാവുന്ന നെഗറ്റീവാണ്.
സ്കൂൾ ഗ്രൂപ്പുകളുണ്ടല്ലോ. നമ്മളൊക്കെ കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ LKG പഠിച്ച കാലത്തുള്ള ഗ്രൂപ്പുകൾ. എന്നിട്ട് സംഗമങ്ങൾ ഉണ്ടാകുന്നു, ടൂറുണ്ടാകുന്നു. ഭർത്താവെന്ന തന്ത വൈബ് എങ്ങനെയാണ്, ഓൾഡ് വൈബ് അത് മാറ്റിവെച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രത്യേകമായ സുഖങ്ങൾക്ക് വേണ്ടി പഴയ കൂട്ടുകാരെയും കണ്ടെത്തുന്ന കാലഘട്ടം ഈ അടുത്ത് വായിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി വിലക്കിയ ഒരു വ്യഭിചാരം നടക്കുകയും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പരസ്പരം ഭാര്യ-ഭർത്താക്കന്മാരെ പോലെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയാൻ. ഇതുപോലെ കുടുംബ ഗ്രൂപ്പുകളിലും സാന്ദർഭികമായി മറക്കാതിരിക്കാൻ ഞാൻ പറയാണ്, കൂട്ടായ്മകൾ ആവശ്യമാണ്. ഇത് നിലനിൽക്കണം. പൊതുവായ ഒരു ഗ്രൂപ്പ് വേണം. അതോടൊപ്പം ഈ കൂടിയ ആളുകൾ മഹറമീങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നും കൂടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെയും മറ്റു സംവിധാനങ്ങളുടെയും എന്തും പറയാം, പരസ്പരം ബന്ധപ്പെടാൻ. കാരണം മുളയങ്കായി പിന്നെ കുടുംബത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ. അങ്ങനെ വിചാരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, മറ്റു കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു വന്ന മരുമക്കളെ കൂട്ടത്തിലുണ്ടാവും. പരസ്പരം തൊട്ടാൽ ഒന്നുകൂടിയുന്ന ആളുകളുണ്ടാവും. എളാപ്പാന്റെ മക്കൾ, മുക്കാപ്പാക്കിന്റെ മക്കള്. പലപ്പോഴും നമ്മൾ പെങ്ങന്മാരെന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം വിവാഹം അനുവദിച്ച ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ ബന്ധപ്പെടാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ കാരണമാവരുത്. അങ്ങനെ ഉണ്ടായാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിനപ്പുറം നമ്മളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കൃത്യമായ ധാരണ നമുക്ക് വേണം. ഞാൻ നിങ്ങളെ സത്യമാണ്, നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കണം, ചിരിക്കണം, വർത്തമാനങ്ങൾ പറയണതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ അച്ചടക്കം പാലിക്കുക എന്നുള്ളത് നമ്മളെ മുസ്ലിമീങ്ങളെന്ന നിലക്ക്, വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ ഹജ്ജും എന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവമരണത്തിനിടയിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതെന്റെ റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇന്ന് സുബഹിക്ക് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹു നമുക്ക് പാലിക്കാൻ ഒരു പരിധിവരെയെങ്കിലും പാലിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ കൂട്ടായ്മകൾ ഉണ്ടാവണം, പൊതുവായ ഗ്രൂപ്പുണ്ട്. അതിനപ്പുറം ഈ കൂട്ടത്തിലെ യുവാക്കൾ അവർക്കൊരു കൂട്ടായ്മ വാട്സപ്പിലോ മറ്റോ, യുവതികൾക്കൊന്ന്, അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ പരസ്പരം മിങ്കിളായിട്ട് ഒരു ഹറാമായ ബന്ധത്തിലേക്ക് നമ്മൾ ഈ നല്ല പ്രവർത്തനം പോകരുതേ എന്ന് ഈ ആയത്തിന്റെ ആശയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചില സംഗതികൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അല്ലാഹു പെണ്ണിന് വേണ്ടി ആണിനെ പടച്ചിട്ടില്ല, മറിച്ച് ഒരു പെണ്ണിന് വേണ്ടി അവളുടെ ഇണയെ, ഒരാണിന് വേണ്ടി അവന്റെ ഇണയെ പടച്ചു. അഥവാ ആദിന്റെയും ഹവ്വാവിന്റെയും വിവാഹത്തിലൂടെ അല്ലാഹു തആല പരസ്പരം ബന്ധപ്പെടുത്തി. എന്നിട്ടോ ഈ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് അല്ലാഹു വ്യാപിപ്പിച്ചു. മനുഷ്യോത്പത്തിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടത്, അവന്റെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊക്കെ കൃത്യമായി പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുന്ന പ്രാപഞ്ചിക രഹസ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം. അതിനോട് ചേർത്തി അല്ലാഹു പറയാണ്, കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതൊരിക്കലും മറുത്ത് മാറ്റപ്പെടരുത്. ഒന്നിന്റെ പേരിൽ, നിസ്സാര വിഷയങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കാണാതെ മിണ്ടാതെ ചേരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടാവരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും പടച്ചറപ്പ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യ സമൂഹത്തിൽ തന്നെ അല്ലാഹു തആല കൂടിച്ചേരലുകൾക്ക് വേണ്ടിയാണ് ആ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിരിഞ്ഞിരിക്കുക, ബന്ധങ്ങൾ വിച്ഛേദിക്കുക, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. റബ്ബിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ആ നിലയ്ക്ക് പരസ്പരം ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കാരണമായി, അകലെയുള്ള ബന്ധങ്ങൾ അടുത്തു വരാനുള്ള ഒരു കാരണമായി അല്ലാഹു തആല നമ്മുടെ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ശുദ്ധമായ ഖുർആൻ ഹദീസ് പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ
പരസ്പരം ചേർത്തി വെക്കാൻ ആവശ്യപ്പെട്ടതിൽ ചേർത്തി വെക്കുന്നവരാണ്. കുടുംബബന്ധം ചേർക്കുന്നതിലേക്കാണ് നമുക്ക് സൂചന നൽകുന്നത്. സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം പറയുന്നിടത്ത് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് അല്ലാഹുവിന്റെ മുർസലികളെ 1,24,000-ഓളം വരുന്ന അമ്പിയാ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. മറ്റൊന്ന് കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അത് കുടുംബബന്ധം ചേർത്തി വെക്കലാണ്. കുടുംബബന്ധം ചേർത്തി വെക്കലാണ്, പരസ്പരം ചേർന്ന് നിൽക്കുന്ന കുടുംബമായി മാറലാണ് കൊണ്ട് വിശ്വാസികൾക്കിടയിലും അവരുടെ ബന്ധങ്ങൾ അങ്ങനെയാവലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധേയമായ ചില 1-2 വചനങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ? കുട്ടികളായിരിക്കുമല്ലോ സംസാരിക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ പള്ളിയിൽ ആകെയുള്ള വിഷയം സംസാരമാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞിരിക്കുമ്പോൾ അവിടുത്തെ സംസാരം കേൾക്കുമ്പോൾ എല്ലാം പറയേണ്ടത് പുറത്തു വരില്ല, കൃത്യമായിട്ട് പുറത്തു വരാത്തൊരു പ്രശ്നം നമുക്കൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പൊ ഒരു അല്പസമയം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മൾ കൂടിയില്ലേ, നമുക്ക് ഉപകാരപ്പെടട്ടെ. എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹുവിനാൽ ഉപകാരപ്പെടുന്ന ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു അല്പസമയം എല്ലാവരും സൈലന്റായി. ഹബീബായ തങ്ങൾ പറയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട്, അഥവാ അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ നിൽക്കണമെന്ന് ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് അവന്റെ അതിഥിയെ അവൻ ബഹുമാനിക്കട്ടെ. വീണ്ടും നിമിത്തങ്ങൾ പറയാണ്, ആർക്കെങ്കിലും അല്ലാഹുവിലും പ്രവാചകനും വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ കുടുംബബന്ധം അവൻ ചേർക്കട്ടെ. എങ്ങനെ ഇല്ലാതെയാക്കാം, ഉണ്ടാതിരിക്കാം എന്നുള്ളൊരു മുമ്പിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എങ്ങനെ അടുത്തു നിർത്താം, ചേർത്ത് നിർത്താം എന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത്. ആർക്കെങ്കിലും അവന്റെ റിസ്കിൽ വിശാലത കിട്ടണം. ഭക്ഷണം മാത്രമല്ല റിസ്ക് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ മുമ്പിൽ ഭക്ഷണമാകാതിരിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ റിസ്കിന്റെ പരിധിയിലാണ്. അല്ലാഹു അത് അവൻ വിശാലമാക്കി കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്. അവന്റെ അജലല്ലാഹു കെട്ടിക്കൊടുക്കണം, ആയുസ് അല്ലാഹു കെട്ടിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ കുടുംബബന്ധം അവൻ ചേർത്തി വെക്കട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കിട്ടും, ആയുസ് കിട്ടും. ഈ പ്രവർത്തനം നമ്മൾ കൃത്യമായി അല്ലാഹുവിന്റെ വചനത്തിലായി നിലനിർത്തിക്കൊണ്ടുപോയാൽ സാധാരണ നമ്മളൊക്കെ സദഖ കൊടുക്കും, ധർമ്മങ്ങൾ ചെയ്യും, പള്ളിക്ക് കൊടുക്കും, മദ്രസക്ക് കൊടുക്കും. പക്ഷെ കുടുംബത്തിന് കൊടുക്കുന്നവർ വളരെ കുറവാണുണ്ടാവും. ഈ കുടുംബം അങ്ങനെയല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ അടുത്ത് തന്നെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ വല്ലാതെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കാര്യമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒരു കുടുംബത്തിന് നമ്മൾ സദഖ കൊടുക്കുമ്പോൾ 2 പ്രതിഫലമാണ്. ഒന്ന് കുടുംബബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലവും, ഒന്ന് സദഖയുടെ പ്രതിഫലവും. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വെറും സദഖയുടെ പ്രതിഫലം മാത്രമേ ലഭിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ധർമ്മം ചെയ്യുന്നത് വരെ നിങ്ങൾ നന്മയുടെ ആളുകളാവില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ മദീന പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു തോട്ടമുണ്ട്. അതിന്റെ മുതലാളി മഹാനായ അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മദീന പള്ളിയിലുണ്ട്. ഹബീബായ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തോട്ടമാണ്, വിശ്രമിക്കാൻ പോയിരിക്കുന്ന തോട്ടമാണ്. അദ്ദേഹം എണ്ണീറ്റിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സമ്പത്തിൽ ഏറ്റവും വിലയുള്ളതും മൂല്യമുള്ളതും എനിക്കിഷ്ടമുള്ളതും ബൈറുഹാ തോട്ടമാണ്. ഞാൻ ഇതാ അല്ലാഹുവിന്റെ വധിക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ തങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വലഞ്ഞ ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവർ, മക്കളെ കെട്ടിക്കാൻ വീട് ഗതിയിലായവർ, രോഗാതുരമായ അവസ്ഥയിലായിട്ട് മരുന്ന് മേടിക്കാൻ കഴിയാത്ത
ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും അടിയിലുള്ളവരെല്ലാവരും ലിസ്റ്റിൽ കൊടുത്തും മുകളിലുള്ളവർക്ക് പ്രശ്നമില്ല. അതിന്റെ മധ്യഭാഗം നിൽക്കുന്ന ആളുകളുണ്ടാവും. ഒരു വീടുണ്ട്, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ വിലപിടിപ്പുള്ള തോട്ടം നിങ്ങൾ നൽകേണ്ടത് അവർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സംഗമങ്ങള് സഹായിക്കേണ്ടത്. തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. സാധാരണ ഇന്ന് ഒന്ന് ഒരുമിച്ച് കൂടെ കുറച്ച് ചിരിക്കാൻ കളിക്കാം. ഇപ്പൊ പ്രത്യേകിച്ച് വേടന്റെ പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് കൈയടിക്കാം. ഏതായാലും നിങ്ങൾ കൈയടിച്ചോളൂ. ഞാനതിന് എതിരല്ല. പക്ഷേ എന്റെ പ്രസംഗം കഴിഞ്ഞാൽ കൈയടിക്കരുത്. ഞാനതൊക്കെ പറഞ്ഞല്ലോ, ഒരു പള്ളിയിൽ വന്ന് പറയുന്നത് നമുക്ക് അതിനനുസരിച്ച് ദീനല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഇപ്പം മാറിയതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രോഗ്രാമായിട്ട് കൈയടിക്കാമെന്നത് ഇപ്പം അടുത്ത് നമ്മൾ സ്വീകരിച്ച ഒരു ശൈലിയാണ്. അതൊക്കെ യൂറോപ്പിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ഞാൻ കുറ്റം പറയുന്ന കാര്യമാണെന്ന് മാത്രമാണ്. അപ്പൊ ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊരു പാട്ടൊക്കെ പാടി പിരിയാം. ഇങ്ങനെ അതേമാതിരി എല്ലാവരും സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാ സ്റ്റാറ്റസിനും വെക്കാം. ഇതൊക്കെയാണ് ഒന്ന് കുടുംബസംഘം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആവരും നമ്മുടെ കുടുംബസംഗമം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ കുടുംബങ്ങൾക്ക് നൽകുമ്പോൾ സദക്ക മാത്രമല്ല, കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പ്രതിഫലം ഇനി നേരത്തെ പറഞ്ഞില്ലേ, വല്ലതിനെയും കുടുംബബന്ധം മുറിക്കും ചേർക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു. കുടുംബബന്ധം മുറിക്കുന്നവരോ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഒന്നും കൊണ്ട് അടിയിലിറങ്ങാൻ നമ്മൾ തയ്യാറായ മതി. ഒരാള് പറയാൻ തയ്യാറാണെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തീരും. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സംവിധാനമല്ല നമുക്കിടയിൽ. ഒരാളൊന്ന് എത്ര ഉയർന്നാൽ നമ്മളൊന്നോടെ തീരെ കയറി നിൽക്കും. അങ്ങനെ ബന്ധങ്ങൾ അകന്നു പോകും. അല്ലാഹു തആല പറയാനുണ്ടായില്ല, അവർക്ക് ശാപമുണ്ട്. അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഭവനമായ അല്ലാഹുവിന്റെ നരകത്തിലാണ് പടച്ചറപ്പ് സ്ഥാനമൊരുക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് മനോഹരമായ സംഗമമാവണം. ഇത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന സംഗമമാവണം. സാധാരണ നമ്മൾ പറയും എളാപ്പാന്റെ വീട്ടിൽ കല്യാണം പറയണ്ട, അല്ലെങ്കിൽ അമ്മാമൻ്റോട് പറയേണ്ട. എന്തുകൊണ്ട്? അവരുടെ കുട്ടിയുടെ പേരക്കുട്ടിയുടെ സുന്നത്തുണ്ടായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആൾ പറയണം ബാക്കിയുള്ള ലിസ്റ്റിടും അവരെളാപ്പാൻ ഒഴിവാക്കും, അല്ലെങ്കിൽ മുത്തമ്മാൻ ഒഴിവാക്കും. ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചു കൊടുക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ കുടുംബബന്ധം എന്ന് പറയുന്നത്. കുടുംബബന്ധം ചേർക്കൽ എന്ന് പറയുന്നത് ഹബീബായ തങ്ങൾ പറയാണ്, പരസ്പരം തുലനം ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതല്ല കുടുംബബന്ധം. മറിച്ച് കുടുംബബന്ധം ചേർക്കുന്നവരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളാണ്. ഇതാ ഒരു ഭാഗം മറച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം അത് ചേർത്തി വെക്കാൻ, ഒട്ടിച്ചു വെക്കാനുള്ള ശ്രമം നടത്തും. അതിനെത്ര പേര് താഴ്ന്നാലും കുഴപ്പമില്ല, അവൻ സ്ഥാനമുള്ള ആളാണ്. ഈ രീതിയിലാണ് നമ്മൾ കുടുംബ ബന്ധത്തെ കാണേണ്ടത്. ഹബീബായ തങ്ങളോട് ഒരാൾ പറയാണ്, തങ്ങളെ ഇന്നലെ ഇമറാമത്തെ എനിക്കൊരു കുടുംബമുണ്ട്. അസുലവും ഞാൻ അവരോട് നല്ല നല്ല പെരുമാറും. പക്ഷേ വൈകിട്ടോണി അവരെന്നെ കുറിക്കാനും മിണ്ടാതിരിക്കാനുമുള്ള കാരണങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകും. ഞാൻ അവരിലേക്ക് നന്മ ചെയ്യും. പക്ഷേ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ പണി തരാനുള്ള ചിന്തയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ അവരെന്നോട് ഒരു ഭയപ്പെട്ട പ്രവർത്തനവും ചെയ്യൂല. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്കിടയിലുള്ള സാഹചര്യമാണ്. 14 മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അപ്പോൾ ഹബീബായ തങ്ങൾ പറയാണ്, അല്ലയോ സഹാബി, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കാണ്. അവരുടെ മുഖത്ത് നിങ്ങൾ വെണ്ണീർ വാരിട്ടതുപോലെയാണ്. പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ അവർ നിങ്ങളും നിസ്സാരവുമാണ്. കുടുംബബന്ധം വിളിക്കുന്നവർക്ക് ദുനിയാവിൽ ചിലപ്പോൾ വലിയ ഇസ്സത്തുണ്ടാകും. പക്ഷെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവർ വട്ടപൂജ്യമാണ്. നിങ്ങളിങ്ങനെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
മുമ്പ് നമുക്ക് വിഭവങ്ങൾ കുറവായിരുന്നു. പക്ഷെ വല്യപ്പയും വല്യമ്മയും മക്കളും പേരമക്കളും ഒക്കെയായി ജീവിച്ചിരുന്ന ചെറിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം, ആ ഒരു അന്തരീക്ഷം ഇന്ന്, സന്തോഷം ഇന്ന് നമ്മുടെ വീടുകളിലില്ല. നമ്മളിങ്ങനെ കൂടുമ്പോൾ മറ്റു വീടുകളിലുള്ളവരെ പരസ്പരം കണ്ട് സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം, നമ്മുടെ വീട്ടിൽ ഓരോ ആഴ്ചയിലേക്ക് ഒരു സംഗമം നമ്മൾ സംഘടിപ്പിക്കണം. ആ വീട്ടിലുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് ഉപ്പയും ഉമ്മയും പേരമക്കളും മരുമക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് പരസ്പരമുള്ള ഒരു സംഗമം, ഒരു സംസാരം. നമ്മൾ വെറുതെ ഒരു പണിയെടുക്കാനുള്ള ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലോ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പാഠശാല അവന്റെ വീടാണ്. ആ വീട്ടിൽ നിന്നാണ് അവന് കരുണ ലഭിക്കേണ്ടത്. ആ വീട്ടിൽ നിന്നാണ് അവന് ശ്രദ്ധ പ്രശ്നങ്ങളെ നേരിടാനും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും അതോടൊപ്പം തന്നെ ഈമാൻ ഉണ്ടാവേണ്ടത് വീട്ടിൽ നിന്നാണ്. ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ആളുകൾ ആ നിലക്കുള്ള സാഹചര്യം പ്രിയപ്പെട്ടവരെ ആ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്ര വലിയ സംവിധാനങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ട് മതപഠനം പഠിച്ചെടുത്തിട്ടും കാര്യമില്ല. അതിന്റെ പരിശീലന കളിയായിട്ട് നമ്മുടെ വീടുകൾ മാറണം. ആ വീടെന്ന സംവിധാനത്തിൽ, കുടുംബം എന്ന സംവിധാനത്തിൽ ഉപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉമ്മാക്കുണ്ട്, വല്യപ്പാക്കുണ്ട്, വല്യമാർക്കുണ്ട്, അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, സഹോദരിമാർക്ക് പ്രത്യേകിച്ചുമുണ്ട്, സഹോദരിമാർക്ക് പ്രത്യേകിച്ചുമുണ്ട്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പാരത്രികമായ വിജയമാണ്. വെറുതെ ആഘോഷിച്ച് പിരിയാനുള്ളതല്ല. ആ വിജയം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ മാറ്റിയെടുക്കാൻ, ഹലാല് ഭക്ഷിക്കപ്പെടുന്ന, ഹലാലായ വർത്തമാനങ്ങൾ പറയപ്പെടുന്ന, ചർച്ചകൾ നടക്കുന്ന, സ്നേഹബന്ധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടിന്റെ അടുക്കളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം ഈ സംഗമത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സന്ദേശമായി പരസ്പരം കൈമാറേണ്ടത്, ഇന്ന് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറ്റിയ ഒരു മാരകമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ വിഭവമാണ് ലഹരി എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണണം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാവാം, ഇല്ലാതിരിക്കട്ടെ എന്ന് റബ്ബിനോട് നമ്മൾ ദുആയാണ്, പ്രത്യാശിക്കാണ്. ഭർത്താക്കന്മാരുടെ, മക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ മോശപ്പെട്ട പ്രവൃത്തി കാരണം, സ്വഭാവത്തിന്റെ മോശം കാരണം, അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പ്രവർത്തനം കാരണം ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, അതിനൊരു പരിഹാരം നമ്മുടെ ഈ കുടുംബ സംഗമത്തിലൂടെ ഉണ്ടാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനും ഒരു മുസ്ലിമിനെ ഒരിക്കലും മരുതെന്ന് പറഞ്ഞ ലഹരി ഏറ്റവും ഉപയോഗിക്കുന്നതും വിപണനം നടത്തുന്നതും അതുമായി ബന്ധപ്പെടുന്നതും ഇന്ന് മുസ്ലിം ഉമ്മത്താണ്. വളരെ ഗൗരവത്തോടുകൂടി ബഹുമാനപ്പെട്ട റഹ്മാന്റെ വിഷയം സംസാരിക്കാനുണ്ട്. എന്നാൽ എന്നോട് ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കാൻ പറഞ്ഞത് കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ആത്മീയതയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം. ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതും ഒരു പ്രശ്നമില്ല. ഒന്ന് വീശി MDM ഉപയോഗിച്ചു, നമ്മൾ അട്ടപ്പാടി പരിസരത്തുള്ള കഞ്ചാവ് ഉപയോഗിച്ചു, ഇതൊന്നും ഒരു പ്രശ്നമില്ല. ആണിനും പ്രശ്നമില്ല, പെണ്ണിനും പ്രശ്നമില്ല, പൊതുസമൂഹത്തിന് അത്രയും പ്രശ്നമില്ല. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കലാണ്. ലഹരി ഉപയോഗിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ഒരു മരണം പ്രതീക്ഷിക്കേണ്ടതില്ല. ഹബീബായ തങ്ങൾ പറയാം, ഒരു ദിവസം ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസം അവന്റെ വിവാദത്തെ അല്ലാഹു സ്വീകരിക്കൂല. മാത്രമല്ല, ഈ സാധനം അകത്തുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ജാഹിലിയ്യത്തിന്റെ മരണമാണ് അവൻ അല്ലാഹു നൽകുന്നത്. അവൻ മരിക്കുമ്പോൾ അവനെ മുഅ്മിനീങ്ങൾ കുളിപ്പിക്കും, അവനെ കഫൻ ചെയ്യും, അവനെ മുഅ്മിനീങ്ങൾ മറമടക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് മറമാടും. ഇതൊക്കെ ഉണ്ടെങ്കിലും അവനെ ഇസ്ലാമിയത്തിൽ, ഈമാനിയത്തിൽ നിന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ലഹരി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും നിർബന്ധ ഘടകമായി മാറാൻ നൂറ്റാണ്ട് ലഹരി. ആ ലഹരി നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലയോ എന്ന് 2-3 ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവസാനിപ്പിച്ചതാണ് മുസ്ലിം ഉമ്മത്ത്. പക്ഷേ ഈ 4-ാം നൂറ്റാണ്ടിലും അപ്പുറം പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളാപ്പന്റെ അടുത്ത് കുഞ്ഞു പൈതലിനെ കടക്കാൻ പറ്റാത്ത സാഹചര്യം. പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് നമ്മൾ കാണും. 10 വയസ്സായ കുട്ടികളെ പിരിച്ചു നടത്തണമെന്ന് എന്നോ പറഞ്ഞു ദീൻ. 10 വയസ്സായാലും അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ 2 ദിവസം മുമ്പ് വായിച്ചില്ലേ, 3 വയസ്സുള്ള കുഞ്ഞു പൈതലിനെ
പിതാവിന്റെ സഹോദരനാണ് മാസങ്ങളായി പീഡിപ്പിക്കുന്നത്. എങ്ങനെയാണ് കഴിയുക? നമുക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ കുട്ടിയുടെ അമ്മ ചേർന്നിട്ട് ആ കുട്ടിയെ കൊല്ലാണ്. അമ്മയെക്കാളും ഉമ്മമാരാണ്. അമ്മയല്ലേ അതിനെ കരുതിയിട്ട് നമ്മൾ സന്തോഷിക്കേണ്ട. അമ്മയും ഉമ്മയും ഒക്കെ നമ്മളെ സംബന്ധിച്ച് തുല്യരാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. എന്ത് സംഭവിച്ചു പോയത്? മനുഷ്യന്റെ വിശേഷ ബുദ്ധി നഷ്ടപ്പെടുക. മുമ്പ് നല്ല സ്മെല്ലുണ്ടായിരുന്നു, അറിയാനുള്ള മാർഗമുണ്ടായിരുന്നു. ഇന്ന് നല്ല ഊതുപയോഗിച്ച് സ്മെല്ലാണ് നല്ല സാധനം ഉപയോഗിച്ച് വരുന്നവർക്ക്. അപ്പൊ സ്മെല്ല് കൊണ്ട് തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ നിതാന്തമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പൊതു ഗ്രൂപ്പ് വേണം. ഇവിടെയുള്ള പെൺകുട്ടികൾ, നിങ്ങൾ എന്താണ് നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ? ബസ് സ്റ്റാൻഡിന്റെ അവിടെ അസറിന്റെ സമയത്ത് സ്കൂൾ വിട്ടിട്ടൊന്ന് വന്ന് നോക്കിയാൽ മതി. ഭാര്യയും ഭർത്താവും കഴിയുന്നത് പോലെ അന്യസ്ത്രീ പുരുഷന്മാരോട് കൂടെ കാണുന്നവർക്കാണ് മടി. അവർക്കൊരു മടിയില്ല. ഇതാണ് ലജ്ജ എന്ന ഇസ്ലാം ഒരു മനുഷ്യൻ നൽകുന്ന തോലാണ് ലജ്ജ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മുളങ്കായി കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും ആ കൂട്ടത്തിലുള്ളില്ലെന്ന് നാളെ മുതൽ ഈ കൂടി എല്ലാവരും ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത് വെറുതെ നമ്മൾ കൂടിയിട്ട് കുറെ കയ്യൊട്ടിയും ചിരിച്ചിട്ടും പാട്ടുപാടിയിട്ടും അതൊന്നും വേണ്ടതല്ല. അതൊക്കെ വേണം. അതിനപ്പുറം കാര്യം വിട്ടിട്ടുള്ള കളി നമുക്ക് ഉണ്ടാവരുത്. കളി തമാശക്കും വേണം, പക്ഷെ കാര്യത്തിനപ്പുറം കളിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും. ലക്ഷ്യം അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, കിളക്കേണ്ട കൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട. ولا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച ഒരു കണ്ണും കാണാത്ത, കാതും ചിന്തിക്കാത്ത, കാതും കേൾക്കാത്ത, ഹൃദയവും ചിന്തിക്കാത്ത സൗകര്യമുള്ള ജീവിതമുണ്ട്. മരിച്ചു കഴിഞ്ഞ് തുടർന്നു വരുന്ന ജീവിതം. ആ ജീവിതം നഷ്ടപ്പെടാതിരിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ ജംഇയ്യത്ത് ഉസ്റത്തൊക്കെ നമ്മളെ സഹായിക്കേണ്ടത്. അപ്പൊ കൂട്ടായ്മകൾ ഉണ്ടാവണം. യുവാക്കളുടേത് വേണം, പരസ്പരം ചർച്ച നടക്കണം. അതുപോലെ തന്നെ യുവതികളുടേത് വേണം, പരസ്പരം ചർച്ച നടക്കണം. കൗമാരപ്രായക്കാരായ പഠിക്കുന്ന കുട്ടികളുടേത് വേണം, ചർച്ച നടക്കണം. വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന കുട്ടികളുണ്ടാവും, അവരുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കണം. എന്നിട്ട് ആ പ്രായത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്തവൈബ് കള്ളവൈബ് ഈ ഗ്രൂപ്പിലൊന്നും പ്രായം കുറഞ്ഞവർ കൂടുതൽ ചർച്ച ചെയ്യൂല. അവരുടെ ചർച്ചകൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചിട്ട് നല്ല ആശയങ്ങൾ മെയിൻ കമ്മിറ്റിക്ക് കൈമാറിയിട്ട് അത് നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നടപ്പാക്കാനും ആദ്യമായി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഒരിക്കലും രാത്രിയിൽ നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമില്ല എന്ന് ഉറപ്പുവരുത്താൻ മുളയങ്കായി കുടുംബത്തിൽ ഇപ്പൊ നമ്മളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിൽ രാത്രി സഹോദരന്മാർക്കും ഉമ്മമാർക്കും സന്തോഷത്തോടുകൂടെ എന്ന് ചൊല്ലി ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ കൂട്ടായ്മ നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഈ മുബാറക്കായ മജ്‌ലിസ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പാട്ടുണ്ടാവും, മറ്റു സംഗതി ഉണ്ടാവും, അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഇതൊരു മുബാറക്കായ മജ്‌ലിസാണ്. ഇത് അല്ലാഹു കബൂൽ ചെയ്യണം. നാളെ സിറാത്ത് ഇങ്ങനെ ഓമ്പലകളായി കാരണന്മാരുടെ കൈ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകണം. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമ്മൾ എത്തണം. റസൂലുള്ളാഹിനെ നമുക്ക് കാണണം. ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിച്ച് റഹ്മത്തുൽ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനായി നമുക്ക് അവരെ ക്ഷണിക്കാം. ഞാൻ ക്ഷണിക്കാൻ പോകുന്ന പലർക്കും ഒരു പക്ഷേ വേദിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേദിയുടെ താഴെ നിന്ന് നമുക്ക് അവർക്ക് ആദരവ് നൽകാം. ഞാൻ ഓരോരുത്തരെയും ആദരവ് നിർവഹിക്കുന്നതാണ്.
അറിയുന്നത് ഇവിടെ കാഞ്ഞിരപ്പുഴയിലെ മണിയമ്മായി ഇവിടെയില്ലേ വേദിയിലുള്ളത് ജനത്തിൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഷെമീർ പറയുകയുണ്ടായി. ഷയാസ് വയനാട്ടിൽ നിന്നാണ് അവൻ്റെ സഹധർമ്മിയെ കണ്ടെത്തിയത്. അതിൻ്റെ നിക്കാഹിന് വേണ്ടി മുഴുവൻ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെടുകയും അതിൻ്റെ അനന്തരഫലമെന്നോണാണ് ഇന്ന് കാണുന്ന ഈ മജ്‌ലിസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അതിനാദ്യമായി ആ ദമ്പതികളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതായത് ഷയാസ് ബാസില, ഇവർ രണ്ടുപേരും നമ്മളെല്ലാം കൂടുതൽ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ്. അത് മറ്റൊരു കാര്യം. ഏതായാലും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നയിച്ച് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രിയമുള്ളവർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സുന്ദരമായ ഒരു പകല് ഞാൻ കത്തിവെച്ച് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ സർഫു മുഹമ്മദ് അതുപോലെ തന്നെ അവസാനമായി ഞാൻ വിചാരിക്കാത്ത വിഷയമാണ് ഇപ്പോൾ ബാലയിൽ പറഞ്ഞ് ലഹരിയെ സംബന്ധിച്ച് റഹ്മാക്ക പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനത്തെ വിഷയം ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കൾ, നമ്മളെ അവൻ ജന്മന അന്ധനാണ്, ജന്മന ബധിരനാണ്, ജന്മന വികലാംഗനാണ് എന്നൊക്കെ പറയാറുണ്ട്. ആരെങ്കിലും അവൻ ജന്മന ക്രിമിനലാണെന്ന് പറയുന്നത്? ജന്മന ക്രിമിനൽ ആവാറില്ല. ക്രിമിനൽ ആക്കുന്നത് സാഹചര്യങ്ങളാണ്. 3 പതിറ്റാണ്ട് കാലം കാക്കി യൂണിഫോം ധരിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനൊരു പ്രഭാഷകനല്ല, അധ്യാപകനല്ല. മാത്രവുമല്ല, സർവീസിൽ നിന്ന് റിട്ടയറായിട്ട് 7 വർഷം തികയാൻ 3 ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ റിട്ടയറായിട്ട് 7 വർഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഹരിയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പെട്ടെന്ന് ഒരു സബ്ജക്റ്റ് അത് മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പെട്ടെന്ന് പറയുമ്പോൾ എനിക്കും പ്രയാസമുണ്ട്. എന്നാലും ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്രിമിനൽ സൃഷ്ടിക്കുന്നത് ഒരു പരിധി വരെ അവരുടെ വീട്ടിൽ നിന്നാണ്. വീട്ടിലെ സാഹചര്യങ്ങളാണ് ക്രിമിനലുകൾ സൃഷ്ടിക്കുന്നത്. അതായത് ഞാൻ ചെറിയ ഉദാഹരണം, അതായത് ഒരുപാട് സമയത്ത് കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ കുട്ടികൾ രാത്രി ഏഷ്യാമായതിൻ്റെ ഇടയിൽ അവർ പഠിച്ചു തോന്നണം അല്ലേ? സാധാരണ നമ്മുടെ മുസ്ലിം വീടുകളിലൊക്കെ അങ്ങനെയാണ്. എന്തായാലും പടവായി പഠിച്ചു തോന്നും. അപ്പോൾ പഠിച്ചു തോന്നിയില്ലെങ്കിൽ ഉമ്മ കുട്ടിനെ മെരട്ടേനെ അറിയും. മര്യാദ പഠിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നാൽ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ വന്നാൽ പറഞ്ഞു കൊടുക്കുന്നതിന് അർത്ഥം ഇപ്പോൾ വന്നാൽ തല്ല് കിട്ടും എന്ന ഒരു ഭീഷണി ആ കുട്ടിയുടെ ചെറിയ മനസ്സിലേക്ക് തല്ലി കൊടുക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിൻ്റെ കുട്ടിക്കൊറ്റ പ്രാർത്ഥന എന്നാൽ ഇപ്പം വേദനയാണ്. ആരാണ് ഉപ്പ? ഒരു പക്ഷേ ഈ ഉമ്മയാണോ ഉപ്പയാണോ ഈ കുട്ടിയെ സ്നേഹിക്കുന്നതിന് മത്സരിക്കുന്ന സമയം. ഒരുപക്ഷെ ഉമ്മയേക്കാൾ ഒരുപക്ഷെ ആ കുട്ടിയോട് ഉപ്പാനായിരിക്കും സ്നേഹം. പക്ഷെ ആ കുട്ടിയെ മനസ്സിലാക്കുന്നില്ല. കാരണം ഉപ്പാനെ ഒരു ഭീതിപ്പെടുത്തുന്ന, ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഭീകരരൂപമായിട്ടാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് സ്വന്തം ഉമ്മ കയറ്റി കൊടുക്കുന്നത്. ഞാൻ എല്ലാവരും പറയുന്നതല്ല. പക്ഷേ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറയുന്നതർത്ഥം പേരൻസും മക്കളും തമ്മിലുള്ള അകൽച്ച കൂടുന്തോറും അവിടെ ക്രൈം ജനിക്കുന്നുണ്ട് എന്ന് 3.5 പതിറ്റാണ്ട് കാലത്തെ പോലീസ് സർവീസിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കിയാണ്. കാരണം
ഞാൻ ഉൾപ്പെടെയുള്ള പോലീസ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ക്രിമിനലുകളാണ് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ആ ക്രിമിനലുകൾ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ വളർന്ന കുട്ടി ആ കുട്ടി അങ്ങനെ വരും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കുട്ടികളെ നമ്മൾ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് അതിലെ വലിയ മോശം. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഒരുപക്ഷെ നല്ല മാർക്ക് വാങ്ങുന്ന ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിയെ കമ്പയർ ചെയ്ത് ഈ കുട്ടിയെ നമ്മൾ ശകാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ആ ഉമ്മയോടും ബാപ്പയോടും ആരാണോ ശകാരിക്കുന്നത് അവരോട് ആ കുട്ടിക്ക് ദേഷ്യമുണ്ടാവും. നേരെ മറിച്ച് ആ കുട്ടി കേടുപോയ കുറ്റമായിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ആരായിക്കോട്ടെ, എത്ര വലിയ പണക്കാരനായിക്കോട്ടെ, അവൻ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനം. അവൻ സമാധാനം കാക്ഷിക്കുന്ന ഏതൊരാളും എവിടെയാണോ സമാധാനം ലഭിക്കുക അവിടെ തേടിപ്പോയെങ്കിൽ അവനെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തള്ളാനും പറ്റില്ല. ഞാൻ ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുകൊട്ടെ. ഈ കഴിഞ്ഞ 2024 കേരളത്തിൽ മൊത്തം റിപ്പോർട്ടായിട്ടുള്ള NDPS ആക്ട് കേസുകൾ, NDPS എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്കൽ സബ്സ്റ്റൻസ് ആക്ട് എന്ന് വെച്ചാൽ കള്ളും ചായയും ബ്രാൻഡിയും ഒന്നുമല്ല. അതൊന്നും നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കാത്തതാണ്. എന്നാൽ കഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, MDMA പോലുള്ള കില്ലർ ഡ്രഗ്സ്. കില്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കണം. കില്ലർ ഡ്രഗ്സ് എന്ന് പറയുന്ന ആളെ കൊല്ലുന്നതാണ്. ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് MDMA. MDMA എന്ന് പറഞ്ഞാൽ മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിനാണ് അതിൻ്റെ രാസനാമം. ഈ സാധനം നമ്മൾ നേരത്തെ കാലേജ് പറഞ്ഞ പോലെ തന്നെ അതിന് മണം ഉണ്ടാവില്ല, രുചി ഉണ്ടാവില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ യാതൊരു നിവൃത്തിയില്ല. എന്നാൽ നമ്മൾ ആരും സുരക്ഷിതരല്ല. നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കയറി വരുന്ന രഹസ്യമാണ് MDMA. അതിന് ആൺ പെൺ വ്യത്യാസമില്ലെന്നാണ് അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ MDMA എന്ന് പറയുന്ന സാധനം ഒരു പരിധിവരെ നല്ലതാണ്. 1912 ജർമ്മനിയിൽ അമിതമായ ബ്ലീഡിങ്, ഓവർ ബ്ലീഡിങ്ങിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു രാസപദാർത്ഥമാണ്, ഒരു മരുന്നായിരുന്നു ഈ MDMA. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അത് ജർമ്മനി നിരോധിച്ചു. പക്ഷേ ഈ ഹിപ്പിസം നാട്ടിൽ വന്നതോടുകൂടി 1960-കളിൽ അത് നമ്മുടെ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ലഹരിക്കായി മറ്റു ലായനികളുടെ കൂട്ടത്തിൽ ഉപയോഗിച്ചു വരും. 1970-കളിൽ അത് നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഈ കോവിഡ് കാലത്താണ് ഈ MDMA നമ്മുടെ കേരളത്തിൽ ഇത്ര വ്യാപകമായി വന്നത് എന്ന് മാത്രമല്ല, ഇതിൻ്റെ വ്യാപാര മേഖല ഇത്രയധികം വികസിപ്പിച്ചെടുത്തത് വിദ്യാർത്ഥികളിലൂടെയാണ്. അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനികളും അതിൽ ഉൾപ്പെടുന്നതായിട്ട് മനസ്സിലാവുന്നു. ഈ MDMA പറ്റാന്ന് വെച്ചാൽ MDMA അല്പം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും, വല്ലാത്തൊരു ഉത്തേജനമുണ്ട്. അത് 7-8 മണിക്കൂറോളം നമ്മുടെ ശരീരത്തിൽ നമ്മളെ ബ്രെയിനിനെ അത് സ്വാധീനിക്കും, നമ്മളെ കൂടുതൽ ഉന്മേഷവാനാക്കും, ഉത്തേജനം നൽകും. നമ്മളെ ഒരു കാര്യത്തിലേക്ക് ഒരു സ്പോട്ടിലേക്ക് നമ്മൾ നോക്കാൻ കഴിയും. ആ നോക്കുന്നത് കൂടുതൽ ബ്രൈറ്റായിട്ട് നമുക്ക് തെളിഞ്ഞു വരും. അങ്ങനെ എല്ലാത്തിനും ഒരു എക്സ്ട്രീം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 8 മണിക്കൂർ കഴിഞ്ഞാലുള്ള അവസ്ഥ അവൻ പിന്നെ അതിന് ഉറക്കം വരും, തളർച്ച വരും, ക്ഷീണിക്കും. അങ്ങനെ വരുമ്പോൾ അവല്ലോ
മാക്സിമം എൻജോയ് ചെയ്യാം. മാക്സിമം എൻജോയ് ചെയ്യാൻ ഇത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് നേരം പരമാവധി എൻജോയ് ചെയ്യാൻ വേണ്ടി മറ്റേ ഉന്മേഷമെന്നാക്കും എനർജി വരുന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവൻ്റെ ശരീരം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം ഇതിൻ്റെ തിക്തഫലം വളരെ വലുതാണ്. കാരണം ഇത് നേരിട്ട് പോകുന്നത് നമ്മുടെ രക്തത്തിലൂടെയാണ്. ഇത് പല ആളുകളും ഇത് ലായനി രൂപത്തിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ കൊക്കൈൻ, കോഫീൻ പോലുള്ള അതിൻ്റെ പോലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ കൂട്ടിച്ചേർക്കാം. അത് നേരിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പണക്കാരാകാൻ പറ്റിയ ഒരു മാർഗമായിട്ടാണ് ഇപ്പോൾ ഈ MDMA കൊടുക്കുന്നത്. MDMA എന്ന രാസപദാർത്ഥം അത് സിന്തറ്റിക് ഡ്രഗാണ്. MDMA ചിലവ് വളരെ കുറവാണ്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ലാഭം ചെയ്യുന്ന ഒരു വ്യാപാര മേഖലയാണ് MDMA. അതാണ് ഈ യുവസമൂഹങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് പോയി വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ നമ്മുടെ മക്കളെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് ഞാൻ എന്ത് പറയാമെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 2024 മാത്രം കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ എക്സൈസിൻ്റെ കണക്കല്ല പറയുന്നത്, പോലീസിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത കണക്ക് 27,530 കേസാണ്. പോലീസ് മാത്രം എടുത്ത NDPS ആക്ട് കേസ്, അബ്കാരി കേസ് അല്ല പറയുന്നത്, NDPS മാത്രം ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കേസ് മാത്രം 27,530 കേസ് എടുത്തപ്പോൾ അതിൽ 4,498 കേസും മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ പാലക്കാട് ജില്ലയിൽ 2,408 കേസുള്ളൂ. അപ്പോൾ എന്തായാലും വ്യത്യാസം? പാലക്കാട് ജില്ലയിലേക്കാളും ഇരട്ടി കേസ് റിപ്പോർട്ട് ചെയ്ത് മലപ്പുറം ജില്ല. കാരണം എന്താ? നോക്കാവുന്നുള്ളൂ അല്ലേ? കാരണം ആഴ്ചയിൽ 6 ദിവസം മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ഏക സമൂഹം കൂടുതൽ കഴിയുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഏത് നേരത്തെ വിജയിപ്പിക്കലും പൂരം വിജയിപ്പിക്കലും ഈ സമൂഹമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാരാണ് ഇത്തരം എല്ലാ വേണ്ടാത്തരത്തിൻ്റെ മുന്നിൽ പ്രവേശിക്കുന്നത്. ഈ MDMA അകത്ത് പ്രവേശിച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരയിൽ ഒരു താമരി ജിഫ്രി എന്ന് പറയുന്ന ഒരു ലഹരി ഉപയോഗിച്ച പയ്യനെ പോലീസ് പിടിച്ചു. അവൻ്റെ കൂടെ മറ്റു 2 പ്രതികളെ പിടിച്ചു. ഇവൻ പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 പൊതി വിഴുങ്ങി. ഒരു പൊതി അവൻ്റെ ആമാശത്തിന് കിട്ടി, മറ്റൊരു ആമാശത്തിന് പൊട്ടി, ആൾ മരണപ്പെട്ടു. അതിൻ്റെ പേര് 10 പോലീസുകാർ ജയിലായി. അത് വേറെ കാര്യം, അതുകൊണ്ട് കോടതി കിടന്ന വിഷയമാണ്. പക്ഷെ നമുക്കല്ലേ വളരെ സങ്കടപ്പെട്ട് പറയട്ടെ, ആ താമരി ജിഫ്രി എന്ന് പറയുന്ന കുട്ടി മമ്പറം മക്ബറയിൽ അന്ത്യശ്രമം കൊള്ളുന്ന സൈദലി തങ്ങളുടെ പേരക്കുട്ടിയാണ്. സൈദലി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ താമരി ജിഫ്രി. അതുപോലെ തന്നെ ഈ 2 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ഒരു പയ്യനെ പോലീസ് പിടിച്ചു. പോലീസ് കൊണ്ട് പെട്ടെന്ന് ഈ സാധനം വേണ്ടി അവനും മരിച്ചു. അപ്പോൾ അത്രയും ഭയാനകമായ ഒരു സാധനമാണ് MDMA. അതാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഈ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷണിക്കാതെ കയറി വരുന്ന ഒരു അഗ്നിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കുക. മാത്രമല്ല ഇതുവരെ എയ്ഡ്സിനോ ക്യാൻസറിനോ മരുന്നിന് നമ്മളൊരുപാട് കാർഡുകളും നിങ്ങളുടെ ഈ സന്തോഷത്തിന് അത് വികാരഭാവത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 2 വീതി 4 നീളമല്ല ഈ സാധനം മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണാണ് 99% കുടുംബത്തിലും ശിഥിലീകരണം വരുത്തുന്നത്. അത് 100% ഇന്നത്തെ ഡൈവേഴ്സ് കേസുകളിൽ നല്ലൊരു പങ്ക് ഈ മൊബൈൽ ഫോണിനുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അല്ലേ? അതും ലഹരിയാണ്. എന്താ ലഹരി? ലഹരി എന്ന് പറഞ്ഞാൽ MDMA അത് കള്ളച്ചാടക മാത്രമല്ല, ലോട്ടറി ലഹരിയാണ്, സിനിമ ലഹരിയാണ്, അശോകപാർക്ക് തുടങ്ങിയ നോട്ടിലൊക്കെ ലഹരിയാണ്. ഈ മൊബൈൽ എന്ന ലഹരി അത് തലക്ക് പിടിച്ചപ്പോൾ ഏറ്റവും വലിയ അബദ്ധമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിലിരുന്ന് 2 യാത്രക്കാർ പരസ്പരം ഇന്നുപെട്ട് മണ്ണാക്കടന്ന് കോഴിക്കോട് വരെ സഞ്ചരിച്ചാൽ തൊട്ടടുത്ത യാത്രക്കാരാണ് മനസ്സിലാക്കുന്നത്. കാരണം അവൻ്റെ മൊബൈൽ, ഇത് ഇവൻ്റെ മൊബൈൽ. എന്തിനു പറയുന്നു?
തൻ്റെ ഇണയോടൊന്ന് നീങ്ങി കിടക്കാൻ വേണ്ടി വാട്സപ്പിൽ പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രത്തോളം മൊബൈലിന് അഡിക്ഷനായിട്ടുണ്ട്. അഡിക്ഷൻ എന്ന് പറയുന്നത് അത് ലഹരിക്ക് അടിമയായിട്ടുണ്ട്. ലഹരി എന്ന് പറയുന്നത് എന്താ? ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു അതിനുള്ള അമിതമായ അടിമപ്പെടലാണ് ലഹരി. അതാണ് അത് ഏതാണെങ്കിലും അതിനൊരു ലിമിറ്റ് വേണം. മൊബൈൽ ഫോൺ നല്ലതാണ്. ലോകം തന്നെ നമ്മൾ വെറുതെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളെ മരണപ്പെട്ടു പോയ പല ആളുകളെയും നമുക്ക് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇന്നും അവരെ നമുക്ക് പുനരുജ്ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഇതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുവാനും അതിൻ്റെ തിന്മകളെ കണ്ട് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുന്നതിനും നമ്മുടെ ഈ കൂട്ടായ്മ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലെ മക്കൾ അതിന് പ്രാപ്തരാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് സാഹചര്യം ഒരുക്കി തന്ന ഷയാസിനോടും ബാസിലയോടും ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിരുന്ന എല്ലാവരെയും ഈ പരിപാടിയുടെ ചെയർമാൻ നിങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ വിരാമപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ക്ലിയറാണോ? ഞാൻ ഷയാസിൻ്റെ അടുത്ത് പറയുന്നു, ഇവിടെ കൂടിയവർക്ക് ഏറ്റവും താല്പര്യം ഒരുപക്ഷെ നന്ദി പ്രകടനമായിരിക്കും. കാരണം അവസാനത്തെ പരിപാടിയാണ്. ഇതോടുകൂടി കഴിഞ്ഞ പ്രസംഗം നിങ്ങളെ വെറുപ്പിക്കില്ല. അപ്പോ എല്ലാവരും കുറച്ചു നേരം നിങ്ങളുടെ ടേബിളിലെ കുട്ടികളെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിക്കോളാം. അല്ലെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആവും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറുദ്ദീൻ അദ്രോഗണ പോലെ ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു പൊതുപ്രവർത്തകനല്ല, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ആളാണ്. ഞാൻ ഏകദേശം കുറേ രാജ്യങ്ങളിൽ എനിക്കറിയാം 20 വർഷമായിട്ട് ട്രാവലിംഗ് ആണ്. എൻ്റെ ജോലി പ്രാസംഗികനല്ലെങ്കിലും എൻ്റെ ടൈറ്റിൽ തന്നെ ട്രെയിനറാണ്. എൻ്റെ കമ്പനിയുടെ ടൂള് ലോകം മുഴുവനുണ്ട്. അതിൽ അമേരിക്കയും കാനഡയും ഒഴിച്ച് മറ്റു ഭാഗങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഈ സർവീസ് സെന്ററിൽ ഞാൻ ട്രാവൽ ചെയ്ത് പോയി അവർക്ക് ട്രെയിനിങ് കൊടുക്കലാണ് എൻ്റെ ജോലി. സർവീസ് ട്രെയിനിങ് മാനേജർ. അതുകൊണ്ട് തന്നെ ഇതുപോലെ പ്രസംഗമല്ല, പക്ഷേ ട്രെയിനിങ്ങും പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളിന്ന് ഇവിടെ കൂടിയവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ചു വിടണം എന്ന് കരുതിയിട്ട് ആ രീതിയിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഈ ടേബിളിലവരൊന്ന് ശ്രദ്ധിക്കോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഈ ടേബിള് നിങ്ങൾ തന്നെ ഒന്ന് ദയവേത് ഞാനതാ പറഞ്ഞ് നിങ്ങളുടെ അവനവൻ്റെ ടേബിള് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ ഇടയിൽ നിന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി പോവും. നിങ്ങൾക്ക് അവിടെ ഇതിനോട് മനസ്സിലാവില്ല. ഇവിടെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് അത്ര എളുപ്പമല്ല. ഒന്നാമത് ഞാൻ എക്സ്പെർട്ട് അല്ലാതെ ആദ്യം തന്നെ ജാമ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് സഹകരിക്കണം. ഞാൻ റഹ്മാൻ ഇവിടെ നിർത്തിയ ഒരു സംഭവം തുടങ്ങട്ടെ. സോഷ്യൽ മീഡിയ, ഈ ഒറ്റ വാക്കുകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തത് അതിനെ പറ്റിയിട്ട് പലരും പറയുന്നത് നിങ്ങൾ ആരും വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇത് കുട്ടികളും കേൾക്കണം, ഉമ്മമാരും കേൾക്കണം, ഇപ്പമാരും കേൾക്കണം. നാളെ നിങ്ങളുടെ കുട്ടി സ്കൂളും കോളേജും കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബയോ ഡാറ്റ എന്നുകൊണ്ടൊരു സാധനമുണ്ട്, ഈ കുട്ടിയുടെ വിവരം. ഇന്ന് നമ്മൾ വിവരമില്ലാത്തവരാണെങ്കിലും ഈ കമ്പനിയിൽ ഇരിക്കുന്നവര് ബയോഡാറ്റയുടെ കൂട്ടത്തിൽ വേറെ സാധനം കൂടി നോക്കും. അത് ഈ കുട്ടിയുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ആയിരിക്കും. മനസ്സിലായോ? ബയോഡാറ്റ എനിക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ട് പറയാണ്. ഞാൻ എന്റെ കുട്ടികളെ വേണം ചെയ്ത കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും
യഥാർത്ഥ രൂപം കാണിക്കുന്നത് അവർ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റ. അതെന്ന് വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് മനെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി മണിച്ചിത്ര താഴെയിട്ട് പൂട്ടിയിട്ടുണ്ടാവും. ആ ഫേസ്ബുക്കും ഇൻസ്റ്റയും അതുപോലത്തെ പൂട്ടിട്ടാണ് കൂട്ടുക. പല ഫോണിലും ഈ ആപ്പ് ഉള്ളത് അറിയില്ല, ഐഡിയും. എത്ര പേർക്ക് ഈ കൂട്ടത്തിൽ അറിയുമെന്ന് എനിക്കറിയില്ല. വളരെ വൈഡായിട്ട് ഇത് നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും അറിയില്ല. അപ്പൊ മിന്നാമ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഈ ആപ്പ് ഇട്ടിട്ട് അതിൽ കാൽക്കുലേറ്ററിനാണ് കോഡ്, പാസ്വേഡ്, അതിന്റെ ആപ്പിന്റെ പേര് തന്നെ കാൽക്കുലേറ്റർ ആപ്പില് ഡിജിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാലും അത് കാണില്ല. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം കൺട്രോൾ ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണ്. ഇവൻ ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ദുബായില് എത്രയോ ആൾക്കാരുടെ ജോബ് നഷ്ടപ്പെടുന്നത് സോഷ്യൽ മീഡിയയുടെ ഒറ്റ മെസ്സേജിലാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ ഒറ്റ മെസ്സേജിൽ ജോലി പോയി, പിന്നെ അവൻ മാപ്പ് പറയും. ആ മെസ്സേജ് പോണത് ഒരു രാത്രി അവൻ കഴിച്ച മദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആ മെസ്സേജ് വിടുന്നത്. പക്ഷേ ആ മെസ്സേജ് പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന അലകളൊക്കെ കഴിഞ്ഞ് അവനെ ആ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ സംഭവം കഴിഞ്ഞ ഈ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇവിടെ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി പോലും വളരെ ചുരുങ്ങിയ മണിക്കൂർ ഉറങ്ങിയാൽ എനിക്കറിയാം. ഷമീറിന്റെ മുന്നിൽ പോണത് 12 മണിക്കാണ്. കാലത്ത് ഞാൻ 4 മണിക്ക് മെസ്സേജ് അയക്കുമ്പോൾ കോഴിക്കടയിലാണെന്ന് പറഞ്ഞു, കോഴി മേടിക്കാൻ വന്നിരിക്കാണ് പറഞ്ഞത്. ഇവിടുന്ന് പോണത് 12 മണിക്ക്, 4 മണിക്ക് കോഴിക്കടയിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അത്രയും നല്ലൊരു അനുഭവം സമ്മാനിക്കണം എന്ന് കരുതിയിട്ടാണ് ഈ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ കണ്ടൊന്നുമല്ല ശരിക്കുള്ള പരിപാടി. ഇനി ഉച്ചയ്ക്ക് ഇതുവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് കാവേരി പ്രസംഗിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് അബ്ദുറഹ്മാൻ പ്രസംഗിച്ചപ്പോൾ ഒതുങ്ങി. ഞങ്ങളുടെ നിർത്തി, ഇനി പ്രസംഗിക്കാനില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പ്രത്യേകിച്ച് ഉമ്മമാരെന്താ പറയാനുള്ളത്. കാവേരി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടികൾ പള്ളി പോയാൽ എന്താ ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ ശ്രദ്ധിക്കും. നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ എന്ന് പറയുന്നത് മുഴുവൻ കേട്ട് ഫ്രണ്ടിൽ ഇവിടെ ഉണ്ടായിരിക്കണം. എല്ലാവരും പറയുന്നത് കേൾക്കണം. വെറുതെ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പോവല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ കുടുംബത്തിനോടും കുട്ടികളോടാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളോടാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇതുവരെ കുറച്ച് വേറെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ഇതുവരെ പറഞ്ഞ്. ഞാനിപ്പോൾ കിടക്കുന്നത് പറയാൻ നമ്മുടെ കുടുംബ സംഗമം, MK ഫാമിലി മീറ്റിംഗ്, കുടുംബം. അപ്പോ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എന്താണ് കുടുംബം, കുടുംബത്തിന്റെ അർത്ഥം എന്താ എനിക്കറിയില്ലായിരുന്നു. നമ്മളൊരു എക്സ്പെർട്ട് അല്ല. അപ്പോഴാണ് ഒരു തവണ ഞാനും സോഷ്യൽ മീഡിയയിലുണ്ട്, പോസ്റ്റിംഗ് ഇല്ല അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് അല്ല എന്നുള്ളൂ, കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നാട്ടിന്റെ പൾസർ ഏതെങ്കിൽ ന്യൂസ് പേപ്പറില്ല, ഫേസ്ബുക്ക് ഒന്ന് എടുത്ത് നോക്കി ഒരു 5 മിനിറ്റ് നോക്കിയാൽ അല്ലെ ഒന്ന് പറയാം. ഞാൻ പറയും, ഇതാണ് ഇന്നത്തെ നാടിന്റെ അവസ്ഥ. ഓക്കെ, കമന്റ് പോലും ഇടാന്നിട്ടില്ല, ഇട്ട പ്രശ്നമാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉറച്ചു നോക്കും. നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്താണ് കുടുംബത്തിന്റെ അർത്ഥം? കുടുംബത്തിന്റെ അർത്ഥം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? അതില് കേട്ടിട്ടുണ്ടാവും കുറച്ച് വലുതാ ഉണ്ട്. അപ്പോ അവര് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുമ്പോൾ
സീറ്റ് അറേഞ്ച്മെന്റ് പോലും ഞങ്ങളുടെ കാരണന്മാർ പറഞ്ഞു ഇങ്ങനെ ലൈൻ മതി, ഇത് റോഡാക്കിയ പ്രശ്നമാവില്ലേ, നിങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ട് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇരിക്കേണ്ടതല്ലേ, അപ്പൊ ഇങ്ങനെ റൗണ്ട് വേണം പറഞ്ഞു. അപ്പൊ അതിങ്ങനെ അവരിങ്ങനെ ചെലവിരിക്കുന്ന കാരണന്മാരുടെ സ്റ്റൈൽ എടുക്കുമ്പോൾ അല്ല, അവര് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ, അവർക്ക് നമുക്ക് ചായ അവിടെ കൊണ്ടു കൊടുക്കണം, വട കൊണ്ടു കൊടുക്കണം, ഈ സാധനങ്ങൾ മിഠായി അതിൽ വെക്കണം, അവർ ഓരോന്നിനും അത്രയും ശ്രദ്ധ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചു നേരം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. എനിക്ക് ഫാമിലി ഗ്രൂപ്പിന്റെ രൂപീകരണത്തെ കുറിച്ചിട്ട് അബ്ദുൾവാക്ക ഇവിടെ പറഞ്ഞു. ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് രൂപീകരണ സമയത്ത് ഞാനല്ല, ഇതിന്റെ ഈ ഗ്രൂപ്പിന്റെ തുടക്കം ഞാനല്ല, തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ഇങ്ങനൊരു സംഗമം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് കയ്യും മെയ്യും മറന്ന് നമ്മൾ അഡ്വാൻസ് ലീവ് എടുത്തിട്ട് റെഡിയായി നിന്നതാണ്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്. അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആദ്യം പറഞ്ഞല്ലേ, കുടുംബത്തിന്റെ കെട്ടുറപ്പിന് നിങ്ങൾ സഹായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെ നാളെ കണ്ടിട്ടാണ് വളരെ ഇന്ന് ഒരു മാസത്തോളായിട്ട് നമ്മൾ ഇതിന് പല വർക്കും നിങ്ങൾ കണ്ടിട്ടാണ് ഷെഡ്യൂൾ വിടുന്നതും ലിസ്റ്റ് വിടുന്നതും നമ്മുടെ കുട്ടികളെ ചെയ്യിപ്പിച്ചിട്ട് വിടുകയാണ്. ഓക്കെ, ഈ ഇതില് നന്ദി പറയുക എന്നുള്ളതാണ് ദൗത്യം. അതിന്റെ കൂടുതൽ അദ്വാക്ക വേറെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഒരു MK ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് മുന്നോട്ട് എങ്ങനെ എന്നുള്ളതിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാം നമ്മളിവിടെ നടത്തുന്നത് നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അൽഹംദുലില്ല നമുക്ക് സാധ്യമായതന്നെ ഞങ്ങൾ പ്രതീക്ഷയിലേക്കാളും പലരും ഈ ഇങ്ങോട്ട് വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാം നടന്നിട്ട് എന്തെങ്കിലും എക്സസ് എമൗണ്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഈ പലരും പാവപ്പെട്ടവരുണ്ട്. അതായത് ഇന്നും വളരെ കഷ്ടപ്പാടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളോ കാര്യങ്ങളോ നമ്മുടെ കുടുംബത്തിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി കൈകോർത്തിട്ടാണ് അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ അവർ ചികിത്സ നടത്തുന്നത്. അപ്പോ ഈ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് മിച്ചം വരികയാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു ചെലവിലേക്ക് വിനിയോഗിക്കും. അത് ഈ ഗ്രൂപ്പിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. നമ്മുടെ ചെയർമാൻ റഹ്മാൻ കെയും അതുപോലെ കൺവീനർ മുഹമ്മദ് അലിക്കിന്റെ നേതൃത്വത്തിലാണ് അത്. അവരായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഈ എക്സസ് പൈസ ഇനി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് അത് വിനിയോഗിക്കുക എന്നുകൂടി പറയാണ് ഈ അവസരത്തിൽ. അതുപോലെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ കണ്ടല്ലോ ഈ സൈഡിൽ ലെഫ്റ്റും റൈറ്റും റഹ്മാൻ വന്നോ തട്ടി മുട്ടി വീടും ചർച്ച നമുക്കിവിടെ വെച്ചുകൊണ്ട് രാവിലെ ഇവിടെ ഇരുന്നു. അവർക്ക് അത്രയും ശ്രദ്ധയാണ് കാരണന്മാരാണ്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മുടെ കുട്ടികളും ഉമ്മമാരും ഉപ്പമാരും ഇത് കാണട്ടെ. നാളെ ഇതിന്റെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പിൽ ലിങ്ക് വരും. നിങ്ങൾക്ക് അതിൽ അമർത്തിയാൽ കാണാൻ പറ്റും. ഇതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് തന്നെ വരാൻ തുടങ്ങും. അങ്ങനെ എല്ലായിടത്തും ഈ ഒരു മൊമെന്റോ ഇത്രത്തോളം മൊമെന്റോ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ തുടക്കത്തിലത്തെ ചർച്ചയിൽ ഈ പ്രത്യേകം നമ്മുടെ 10ാം ക്ലാസ് കൊടുത്തിട്ടില്ല, +2 കൊടുത്തിട്ടില്ല, ചെറുതിനെല്ലാം 10ാം ക്ലാസ് ഫുൾ A+ ഇല്ല, +2 ഫുൾ A+ ഇല്ല, മദ്രസിന് ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഈ ഞങ്ങൾ ആദ്യം കരുതി അതിപ്പോ ഒരു 10-12 പേരുണ്ടാവുമോ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ വന്ന് ഇന്നലെ ഞാൻ 4 മണിക്കൂർ ഇരുന്നിട്ടാണ് ഇതൊന്നും ഇതിന്റെ മാറ്റർ ഫുൾ ലിസ്റ്റ് എക്സൽ ഷീറ്റിൽ ഉണ്ടായിട്ട് ഇതിന്റെ മാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ 4 മണിക്കൂറിൽ കൂടുതലെടുത്തു. 51 മൊമെന്റാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു പവർ. ഇനി നിങ്ങൾക്ക് എപ്പോഴും അറിയില്ല ഈ 53 മൊമെന്റോല്
എല്ലാവർക്കും പറ്റും എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ നിങ്ങളെ കുട്ടികളൊക്കെ ഇനിയും നമ്മുടെ കുടുംബത്തില് ഞാൻ അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്തായിരുന്നു നമ്മുടെ കുടുംബം, എങ്ങനെയായിരുന്നു എൻ്റെ ഫാമിലി. ഞങ്ങള് ഒരു ഭാഗ്യം കിട്ടിയത് ആ പഴയ കുടുംബത്തിന് നമ്മൾ ഈ 90 കിഡ്സ് എന്ന് പറയുന്നത് അടുത്ത ഷെയർസ് ചോദിച്ചിരുന്നു, 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾക്കുണ്ടായ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാല് ഈ മൊബൈൽ ഇല്ലാത്ത കാലഘട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഒരുപാട് പേർക്കുണ്ട്. പിന്നെ മൊബൈൽ വന്ന് ആധുനികമായ നിങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കുറെ കാര്യങ്ങൾ നമുക്ക് ഫുൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു റഫ് പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോ ഈ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ മാറ്റം കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വല്യപ്പ വല്യമ്മ മുതൽ പറഞ്ഞു വരുമ്പോ എനിക്ക് എന്റെ വല്യപ്പ, അതായത് ഈ കുടുംബത്തിലെ കാരണവർ, നമ്മുടെ മുളയങ്കായി കുടുംബത്തിലെ കാരണവർ കുഞ്ഞലവി എന്ന് പറയുന്ന നമ്മുടെ വല്യപ്പ മരണപ്പെടുന്നത് 1979-ലാണ്. ഞാൻ ജനിക്കുന്നത് 1976-ലാണ്. വല്യപ്പനെ കണ്ട ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷേ വല്യപ്പയുടെ കഥകള് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ മരണപ്പെട്ട് കുറച്ചായിട്ടുള്ളൂ. ഇപ്പോഴും പലപ്പോഴും മറ്റുള്ള കാരണന്മാരൊക്കെ ഇടപെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇതില് നമ്മുടെ കുഞ്ഞലവി സാർ, അവര് വല്യപ്പനെ പറ്റിയിട്ട് അറിയുന്ന എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ കുടുംബസംഗമത്തിന് വരുമ്പോ അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ കിഡിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. ഇപ്പോ പഴയ ജനറേഷൻ കൊടുക്കാൻ അറിയും, ചിലപ്പോൾ എന്നെ തിരുത്തും ചെയ്യാം. നമ്മുടെ കല്ലടി ഫാമിലി, ഞാൻ ബഹുമതി കിട്ടിയ പട്ടം കിട്ടിയ കല്ലടി ഫാമിലി നിങ്ങൾ പോകുമ്പോ വെല്ലുവിളിയുടെ ഓപ്പോസിറ്റില് ലെഫ്റ്റ് സൈഡില് കല്ലടി ഫാമിലി കാണാം. അവരുടെ കാര്യസ്ഥനായിരുന്നു നമ്മുടെ വല്യപ്പ. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്, മണ്ണാർക്കാട് ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ കല്ലടി ഫാമിലി കൊടുത്തതാണെന്നാണ് എന്റെ അറിവ്. അല്ലെ? ഓക്കെ. അപ്പോ മാത്രല്ല വല്യപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. വീട്ടിൽ എന്റെ തോന്നാശം പറയണ്ടായി. നമ്മൾ 10 മണിയാണ് മുന്നിലാണ്. അപ്പൊ വല്യപ്പയുടെ ഫാമിലി, വല്യപ്പയുടെ മക്കൾ എന്ന രീതിയിൽ തന്നെ നമ്മളെ കാണുമ്പോ അവരൊക്കെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ആ കാലഘട്ടം. ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല അഭിമാനവും അന്തസ്സോടും കൂടിയിട്ടാണ് നമ്മുടെ കാരണവന്മാരൊക്കെ ജീവിച്ച് മരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ വല്യമ്മ, അതായത് നമ്മുടെ പാപ്പയുടെ വല്യമ്മ, 2 വല്യമ്മമാരാണല്ലോ നമ്മുടെ പാത്തുമ്മു ആയിഷക്കുട്ടി. അതില് ഈ പാത്തുമ്മു നമ്മുടെ വല്യമ്മ മരണപ്പെട്ട ദിവസവും ഇന്നും എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. 1984 ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ മരണം കഴിഞ്ഞ ഓർമ്മ വരെ ഇരിക്കും. അതൊന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1984 ദിവസം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ആലിക്കല് നമ്മുടെ വല്യമ്മയുടെ ആങ്ങളായിരുന്നു പിന്നെ അപ്പോട്ടയുടെ വാപ്പ. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വന്ന് വല്യമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ വല്യമ്മയുടെ മരണത്തിന് ശേഷം അവരായിരുന്നു നമ്മുടെ കാരണവര്, അപ്പോട്ടയുടെയും നീങ്ങാക്കയുടെയൊക്കെ വാപ്പ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആയിഷക്കുട്ടി വല്യമ്മ ആദ്യപാടത്തുള്ളത്. അപ്പോൾ അവര് അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. പക്ഷേ ഒരു വല്യമ്മ എന്നുള്ള രീതിയിൽ അവരുടെ സ്നേഹവും വാത്സല്യൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ അടുത്തിടപെടാനും അവരുടെ ഒരുപാട് ഞാൻ ഇടയ്ക്കാണ് പോകാറുണ്ട്, കാണാറുണ്ട്. അവരുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അവരെ കാണാനും അടുത്തിടപഴകാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ വല്യപ്പ 2 വല്യമ്മമാര്, അതിൽ നിന്നും പൊട്ടിമുളച്ച കുറെ പേരാണ് ഇന്നിവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങളെല്ലാവരും അല്ലെ? അപ്പൊ അതിന്റെ താരങ്ങളായിട്ട് ഫാമിലി
വലിയമ്മ വന്ന ശേഷം ഞങ്ങളൊക്കെ കണക്കില് വളരെ സ്നേഹനിധിയായ നമ്മുടെയൊക്കെ വീട്ടിലെ ഇടയ്ക്ക് ഞാൻ വിളിച്ചു കൊണ്ടുവരാറുണ്ട്. അവസാന കാലഘട്ടങ്ങളിൽ പോലും പലപ്പോഴും വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. ഒരു വലിയമ്മയുടെ സ്നേഹം നുകർന്നു തന്ന ഒരു മതിയായിരുന്നു കുഞ്ഞേസമ്മായി. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ബാക്കിലായിരുന്നു അടുത്ത കുഞ്ഞേസമ്മായുടെ താഴെയുള്ള മുഹമ്മദ് പ. അപ്പോ ഈ മുഹമ്മദ് നിങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ബാക്കിലുള്ള മുത്തപ്പ എന്ന് പറയും, എല്ലാവർക്കും അറിയാം അല്ലെ? മുത്തപ്പനെ പറ്റി പറയുമ്പോ ഒരു കാലത്ത് കുടുംബത്തിന്റെ നാഥൻ മൂത്തപ്പയായിരുന്നു, എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ശരിയല്ലേ? അപ്പൊ ഇപ്പൊ വന്നിരുന്നതാണ് ഒരു കാലത്ത് എല്ലാം പോലീസ് സ്റ്റേഷനിലുള്ള പകലുള്ള മൂത്തപ്പയായിരുന്നു. പിന്നീട് ആ മൂത്തപ്പ വയസ്സായപ്പോ പ്രായമായപ്പോ അസുഖബാധിതനാവുകയും, അതായത് മനസ്സിനൊരു ധൈര്യം പോരാത്ത, അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് മൂത്തപ്പ ഇങ്ങനെ ആയിരുന്നില്ല, പൂർണ്ണ ധൈര്യമായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങള് നിയന്ത്രിച്ചിരുന്നത്, കൺട്രോൾ ചെയ്തിരുന്നത് മൂത്ത മകൻ എന്നുള്ള രീതിയിൽ മൂത്താപ്പയായിരുന്നു. നമുക്ക് ഫോട്ടോ കാണാം നമ്മുടെ സ്ക്രീനില്. ഇപ്പൊ ഷാസ്, ബാസില, ഷക്കീല അവരതിമനോഹരമായിട്ട് നമ്മളിൽ നിന്നും മൺമറഞ്ഞവരുടെ ഫോട്ടോ വളരെ ഇത്രയും നല്ലൊരു ഭാഗ്യം ഇവിടെ കൂടിയ നമുക്ക് ഇതുവരെ കാണാത്തവരുടെ പിക്ചർ 1-2 പേരുടെ കാണാനിടയായി. അതായത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടവരുടെ. ഓക്കെ, ഈ നമ്മൾ കണ്ട പിക്ചറിന്റെ PDF ഞങ്ങൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരാം. എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള മൂത്താപ്പ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയില്ല, മുളയക്കാരി ഫാമിലിയുടെ നമ്മുടെ വലിയപ്പ ഒഴിച്ചു കഴിഞ്ഞാൽ മക്കളുടെ പ്രധാന ജോലി എന്തായിരുന്നു? മാക്സിമം എത്ര പേർക്കറിയും? ഇതിലാകെ 4-5 കയ്യെ പോകുന്നുള്ളൂ. തയ്യൽ ജോലിയായിരുന്നു മെയിനായിട്ട്. മുഹമ്മദ് മുത്താപ്പ പോലീസ് സ്റ്റേഷന്റെ ഇറക്കത്തില് തയ്യൽ ഷോപ്പ്, അന്നത്തെ ഒരു ടെക്സ്റ്റൈൽ കൂടി അതിലുണ്ടായിരുന്നു പറഞ്ഞത്. അത് കണ്ട ചെറിയൊരു ഓർമ്മയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് താഴെ വരുന്ന നമ്മൾ അട്ടപ്പാടിയിലെ മുത്താപ്പ, അട്ടപ്പാടിയില് ടൈലർ ഷോപ്പായിരുന്നു. അതില് അലിക്കാക്ക വർക്ക് ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മള് മൊയ്തീനപ്പ, അലിക്കാക്ക അവിടെ അട്ടപ്പാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അലിയുടെ ഒറിജിനൽ ജോലി ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ബിസിനസ് ചെയ്തു. അതൊക്കെ പിന്നീട് മുഹമ്മദ് അലിയും തയ്യൽ ജോലി ചെയ്തു. അതിൽ കുഞ്ഞാകുമ്പോൾ മാത്രം ഡ്രൈവിംഗിലേക്ക് പോയി. അതുപോലെ പിന്നെ എൻ്റെ അപ്പ കുഞ്ഞാകുമ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അപ്പ തയ്യൽ ജോലിയിലായിരുന്നു. മൊമലയുടെ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ട് വർക്കിക്ക് മാറി. തുടക്കം ഒരു ടൈലർ ജോലിയായിരുന്നു. പാറക്കൽ ടെക്സ്റ്റൈൽസ്, പാറക്കൽ ടൈലറിംഗ്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ടേബിളിലുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക പ്ലീസ്. ഇപ്പൊ സംസാരിക്കണ്ട, മറ്റുള്ളവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഫോട്ടോ നമുക്ക് നോക്കാം. അതുപോലെ പിന്നെ എൻ്റെ ഉപ്പാടെ കഴിഞ്ഞ അടുത്ത പൊസിഷൻ വരുന്നത് മൊയ്തീനാപ്പയാണ്. മൊയ്തീനാപ്പയും തയ്യൽ ജോലിയായിരുന്നു. മൊയ്തീനാപ്പ കരിങ്കലത്താണി ഒരു ടൈലറിംഗ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പോയ ഓർമ്മ നിൽക്കുന്നുണ്ട്. കരിങ്കലത്താണി അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് കുറേ വർഷങ്ങളുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. അതെനിക്കൊന്നും ഓർമ്മയുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ വാപ്പോപ്പ പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ജോലി ആയിരുന്നു ഗൾഫിലും കുറേ കാലം. അതിനുശേഷം ഇപ്പോഴും വന്നിട്ട് ഇവിടെ ജോലിയിൽ തന്നെ ഏർപ്പെട്ട് കുടുംബത്തിനെ നോക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇത്ര വയസ്സായിട്ട് വാപ്പോപ്പാക്ക് ഒരു സർജറി, മേജർ സർജറി, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിവ്യൂവിലും ഞാനാ കൊണ്ടുപോയത്. അന്ന് അതിന്റെ സീരിയസ്നെസ് വന്നപ്പോൾ 3 മേജർ ബ്ലോക്ക് കഴിഞ്ഞ വാപ്പോപ്പ ഇന്നും കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാണ്. ഞാനിത് പറയുന്നത് നമ്മുടെ യങ് ജനറേഷൻ കേട്ട് മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഈ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കണം. ഇന്ന് സുഖലോലതയിലാണ്.
സുഖങ്ങളൊക്കെ കൂടി 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 അത് ഒരു അമിതമായ അപകടത്തിലേക്ക് മൂക്കുകുത്തുകയാണ്. ഈ കുടുംബസമൂഹത്തില് നമ്മുടെ ഗാന്ധിയന് കുറെ കാര്യങ്ങൾ ജനറലായിട്ട് ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം കഷ്ടപ്പെട്ട് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പണ്ട് കാലത്ത് എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം പൊതുവെ എല്ലാവർക്കുമില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട കഥ. സൈനമായി അത് കഴിഞ്ഞ് ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്. സൈനമായി എന്റെ ഉപ്പ എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. സൈനമായി ഭയങ്കര സംസാരപ്രിയായിരുന്നു. വീട്ടിൽ വന്നോ സംസാരിച്ചുകൊണ്ടേ 1 മണിക്കൂറിന് നിർത്താതെ സംസാരിക്കും. ഞാനൊക്കെ കേട്ടിരുന്നിട്ടുണ്ട്. അപ്പോ എന്റെ ഒപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. അവളെ എനിക്ക് എന്താ ഇഷ്ടമെന്നറിയോ? അവളെ എത്രയ്ക്ക് സംസാരിച്ചാലും ചെറു പ്രായത്തില് സ്വന്തം ഒരു ചെറിയ ബിസിനസ് ചെയ്തിട്ട് ഇവരെ വലിയമ്മ പ്രായമായി ഈ ചെറിയ ചെറിയ കുട്ടികളെ കമ്പനിയിൽ നോക്കിയിരുന്നത് സൈന്യമായിയാണെന്നുണ്ട് എന്റെ ഒപ്പം വന്നത്. അത് അത്രയും സീരിയസ് ആയിട്ട് വന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ശരിയല്ലേ? അപ്പോ നിങ്ങളുടെ ഈ കുട്ടികള് എല്ലാവരും നമ്മുടെ കുടുംബം എങ്ങനെയാണ് വളർന്ന് വലുതായി വന്നത് നമ്മളിങ്ങനെ കൂടി ആലോചിച്ച് ഇരുന്ന് ഉല്ലസിക്കുമ്പോ ഇതുപോലത്തെ ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഞാൻ നിങ്ങളെ വേറൊരു കൂടിലേക്ക് കൊണ്ടുപോകല്ല. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അടിച്ചു പൊളിക്കും. പക്ഷേ ഇന്നിവിടെ കുടുംബം നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, അതൊരു പ്രൗഡ് മൊമെന്റാണ്. അത് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോ നമ്മുടെ കുട്ടികളും അതുപോലെ പ്രൗഡായിട്ട് തന്നെ ഈ വന്ന പാരമ്പര്യം മറക്കാതെ അതിനെ അരക്കിട്ട് ഉറപ്പിച്ചിട്ട് ശക്തമായിട്ട് മുന്നേറണം എന്നാണ് വിനീതനായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നോപ്പ അതുപോലെ നബീസുമായി മറിയമായി അവരെ രണ്ടുപേർക്കും ഇപ്പോഴും എന്നും എപ്പോഴും പല രീതിയിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. മറിയമ്മയുടെ മുസ്തഫ ഇവിടെ ഫോട്ടോ കാണിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനസ്, ആ കിഡ്നി മാറ്റി വെക്കുന്നത്, അതിനോട് തുടർന്നുണ്ടായ അനുഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ അന്ന് ആ സമയത്ത് ഒരുപാട് പേര് ആ കുടുംബത്തിന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാനായിരുന്നു, എനിക്കായിരുന്നു അതിന് മുമ്പ് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിൽ ഈ അവസരത്തിൽ നന്ദി പറയാണ്. അതിനുശേഷം മറിയമായി ഞാൻ അവിടെ പറഞ്ഞു. അപ്പോ റഹ്മാൻ ഗ്രൂപ്പിൽ ഒരു ലിസ്റ്റ് വിട്ടിരുന്നു. അതിൽ ഒരാള് അടിയിൽ എഴുതിയിരുന്നില്ല. അത് അപ്പം തന്നെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്നു. അതാണ് ഞങ്ങള് അബ്ദുളപ്പ എന്ന് പറയും. ശേഷം അബ്ദുളപ്പയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ. അബ്ദുളപ്പ വാപ്പയുടെ മറിയമ്മയുടെ നബീസമ്മയുടെ ചെറിയ അനിയനായിരുന്നു. അന്ന് സെലീമും നാസത്തേക്കാളും 1-2 വയസ്സ് കൂടുതലായിരുന്നു. അപ്പോ ഈ ഫോട്ടോ കുറച്ചുകൂടി ചെറുതാണ്. അബ്ദുള്ളയുടെ മരണപ്പെടുന്ന സമയത്ത് കുറച്ചുകൂടി വലുതായിരുന്നു. ഇത് കുറച്ച് മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. അവരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടമരണമായിരുന്നു. ആണ്ടിപ്പാടത്തെ വീട്ടിൽ നിന്നും സൈക്കിളിൽ നമ്മുടെ നെല്ലിപ്പുഴയിലൂടെ കാഞ്ഞിരപ്പുഴയ്ക്ക് മറിയമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു മഴക്കാലത്ത് ഒരു ഡ്രൈവർക്ക്, ലോറി ഡ്രൈവർക്ക് കൺട്രോൾ പോയിട്ട് ഇടിച്ചിട്ടാണ് ആ മരണമുണ്ടായത്. ആ ഒരു ട്രോമ അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഡെഡ്ബോഡി മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് ബ്ലഡ് തളം കെട്ടി നിൽക്കുകയാണ്. ആ ഒരു ഓർമ്മ ഇന്നുണ്ട്. അതുപോലെ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ വരികയായിട്ട് ആ വീട്ടിലൂടെ കയറി ഇറങ്ങിയിട്ട് മയ്യത്തിനെ കണ്ടുപോകുന്ന ആ ഒരു ഓർമ്മയ്ക്ക് ഇപ്പോഴും വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും എന്തായിരുന്നു നമ്മുടെ കുടുംബ പശ്ചാത്തലം. വളരെ ബുദ്ധിമുട്ടിൽ നിന്നും കയറി വന്ന് ഇന്ന് നമ്മൾ വ്യത്യസ്തമായ മേഖലകളിൽ 60ഓളം മെഡലുകൾ കൊടുക്കാൻ പാകത്തിന് നമ്മുടെ വലിയപ്പാടെയും കീഴ്വഴി താഴ്വഴികളിലുള്ളവർ എത്തിച്ചേർന്നു
അനിയൻ യാഹു എന്ന അവരുടെ മക്കളാണ് നമ്മുടെ ഐസമ്മായി, ഷമീറും ഐസമ്മായിനെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അവരുടെ 2 അനിയന്മാരുണ്ട്. അതാണ് നമ്മുടെ ഗ്രൂപ്പില് ഇടയ്ക്ക് വരുന്ന നമ്മുടെ കരീമിന്റെ ബ്രദറും ഫാമിലിയും ഇന്നിവിടെ വന്നിട്ടുണ്ട്. കരീമുമായിട്ടും വളരെ അടുത്ത ഇടപെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ്, ഒരു മുസ്ലിമാണ്. ദുബായില് ഞങ്ങള് അവിടെ പുള്ളിക്കാരൻ കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങള് ആഴ്ചയിൽ ഒരു ദിവസം കാണാറും സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അവര് എല്ലാ അവസരങ്ങളും ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, സംസാരിക്കുകയും ആ സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുകയും ഐസമ്മേനൊക്കെ ഇടയ്ക്ക് വന്ന് കാണലും വളരെ നല്ല രീതിയിൽ പോകും. ഇവിടെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കരീം ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞേ പോകുള്ളൂ. അതുപോലെ നമ്മുടെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും അബുക്ക, ഉണ്ണി കാക്ക, മൊയ്തീൻ കാക്ക, അവരുടെ ഫാമിലി, അംസുവാക്ക, അവരുടെ ഭാര്യമാര്. ഞാന് കല്യാണത്തിന് പോയി, അംസുവാക്കയുടെ മകളുടെ കല്യാണത്തിന്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതാ അവിടെ ഇരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ അതിരോടത്തും വിവരം പറഞ്ഞു. കാരണം നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് അത്രമേൽ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുമകളാക്ക എല്ലാവർക്കും ഒരു അകളി താവളത്ത് അവരുടെ ബിസിനസ് കച്ചവടം നടത്തുന്ന കുഞ്ഞുമകളാക്ക എന്നീ വേദിയിൽ സന്നിഹിതരാണ്. എല്ലാവർക്കും അറിയില്ലെങ്കിൽ മുഹമ്മദ് അല്ലാക്കയുടെ ഞാൻ വലിച്ച് ഇനിയും പേര് നമ്മൾ നീട്ടുന്നില്ല. പക്ഷേ ഇത് കൂടാതെ ചിലർ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ നന്ദി പറയുമ്പോ നമ്മുടെ ഷമീറിൽ നിന്ന് തുടങ്ങാൻ പറ്റൂല. കാരണം ഇവിടെ താങ്ങാൻ പറ്റാവുന്നതിലധികം എന്ത് പറഞ്ഞാലും ശരി റെഡി, എന്ത് പറഞ്ഞാലും ശരി റെഡി. അവസാനം ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഒരുപാട് ഏറ്റെടുക്കരുത്, കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറയാതെ, എന്നിട്ട് പോലും കൊടുക്കാതെ അഹോരാത്രം ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഷമീറിനായിരിക്കട്ടെ എൻ്റെ ആദ്യത്തെ നന്ദി. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് നമ്മുടെ റഹ്മാൻകയും ഓമാലികയും. തുടക്കം മുതൽ ഞങ്ങളെ ചെയ്തവരെ ഇടത്തിൽ തന്നെ 2ാമത്തെ പ്ലാനോ ഇത്രയ്ക്ക് വേണമായിട്ടും, അതുപോലെ പിന്നെ പ്രോഗ്രാമിന്റെ വരുമ്പോൾ ഇതിനെതിരെ പരിപാടി എല്ലാവരെയും അങ്ങനെ ഞങ്ങളെ തീർച്ചയായിട്ടും അവരെന്താണോ പറഞ്ഞ് ആ രീതിയിൽ അവരുടെ ആജ്ഞകളനുസരിച്ച് മുന്നേറിയിട്ടാണ് ഇത്രയും കമ്മിറ്റിയുടെ പേരിലും ഒരു നല്ല നന്ദി. പിന്നെ നമ്മുടെ ഹമീദ് ഇവിടെ സ്ഥലത്തെത്തിയില്ല. നമ്മുടെ മൂത്താപ്പാടെ ഷെറീന ഇനിയിപ്പോൾ ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. 12 മണിക്കൂറും ഈ പരിപാടിയെ പറ്റിയിട്ട് ഭയങ്കര നമുക്ക് എല്ലാവർക്കും അങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇന്നലെ വളരെ നല്ല നടക്കുകയായിരുന്നു. തെന്നി വീണിട്ട് കാലില് മടമ്പിന് മേജർ സർജറി നടന്നു. നമ്മുടെ എൻ്റെ തൊട്ടടുത്തുള്ള ഡോക്ടർ വിളിച്ച് നമുക്ക് കാലത്തന്നെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അവർ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വിളിച്ച് സംസാരിച്ചപ്പോൾ. നമ്മുടെ എല്ലാ വീടും പഴയ പോലെ നല്ല നല്ല മീനിങ്ങളുടെ പടങ്ങുന്ന ടൈലാണ് ഇട്ടിരിക്കുന്നത്. പ്രായമായാലും ഇല്യാസ് എം കെ, ആസിഫ് അലിപറമ്പൻ, ഷയാസ് എം കെ, സലീം എം കെ, സമീർ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രക്ഷാധീരങ്ങളായിട്ട് നമ്മുടെ കാരണവര് മൊയ്തീനപ്പ, വാപ്പുപ്പ, പിന്നെ അതുപോലെ വാപ്പട്ടിക്ക, കല്ലിക്കുളം വാപ്പട്ടിക്ക എന്നിവരെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവരുടെയും നിർദ്ദേശങ്ങൾ അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു. വാപ്പട്ടിക്ക അന്വേഷിച്ചിരുന്നു എന്താണ് പരിപാടി മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നോ എന്ന രീതിയിൽ ചോദിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമുക്ക് എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ അതിനായിട്ട് കൊണ്ട് എല്ലാവർക്കും നമ്മൾ റേസ് ചെയ്യില്ല. അങ്ങനെ വരികയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മുടെ ചെയർമാനും കൺവീനറും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും കമ്മിറ്റിയുടെ തീരുമാനത്തിന് അനുസരിച്ചിട്ട്. ഓക്കെ, നല്ല കാലം പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ ആര്യസാണ് ഫുഡ്. അവര് നല്ല രീതിയിൽ ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ
ലേറ്റസ്റ്റ് സംഭവം ഞങ്ങൾ ചെയ്തു തരാം എന്ന് മുന്നോട്ട് പറഞ്ഞ ജസീലിന്റെ ടീമിനും വലിയൊരു നന്ദി. അതുപോലെ ഈ എഡ്യൂക്രാഫ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയം വൈകുന്നേരം ഇത്രയും മെമന്റോ നമുക്ക് ഒരു മിതമായ നിരക്കിൽ ഇന്നലെ ആ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ അവർ ഫുൾ രാത്രി ഞങ്ങളത് ഫൈനലൈസ് ചെയ്യുന്നത് 8:30 മണിക്ക് 8 മണിയോട് കൂടിയിട്ടാണ്. എന്നിട്ട് അവർ രാത്രി ഇരുന്നിട്ടാണ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് വേണ്ട ഇതുപോലത്തെ മൊമെന്റോ അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് റോസ്റ്റ് അവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.